30-ാമത്തെ പേജിൽ അല്ലേ? തഥാച എന്ന്, അതായത് ടീക്കയില് നമ്മൾ പ്രസംഗം ആരംഭിച്ചതാണ്. ഇവിടെ ഇപ്പം പ്രസംഗം അവതരിപ്പിക്കുന്നത് സംബന്ധം പറയാണ്. എങ്ങനെ? അടുത്ത ഉപാസനാകാന്ഡത്തിലേക്ക് കയറുകയാണ്. അതിന്റെ മുന്നേ പൂർവ്വത്തിൽ അവശിഷ്ടമായിരിക്കുന്ന കുറെ കാര്യങ്ങൾ എടുത്ത് അവതരിപ്പിച്ചു പോയതാണ്. പൂർവ്വഭാഗത്ത് രണ്ട് വിധത്തില് എന്താണ് ജ്ഞാനകാന്ഡത്തെയും പറഞ്ഞു. ഇനിയിപ്പോൾ മുന്നോട്ടേക്ക് നമ്മൾ കർമ്മകാന്ഡം എന്നുള്ള ഉപാസനാകാന്ഡത്തെ കുറിച്ച് പറയും. സമാനമായ സ്ഥിതി തന്നെയായിരുന്നു ബൃഹദാരണ്യകത്തിലും. ഈ ബൃഹദാരണ്യകത്തെ കുറിച്ച് പറയാനുള്ള കാരണം ഈ മന്ത്ര ഉപനിഷത്തിന്റെ വ്യാഖ്യാനമായിരിക്കുന്ന ബ്രാഹ്മണ ഭാഗത്ത് വരുന്നതാണ് ബൃഹദാരണ്യകം. അപ്പൊ ആ ഉപനിഷത്തിലും സമാന കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് സംവാദം എന്ന് പറയും. സമാന സംവാദത്തെ എടുത്തിട്ട് ഇവിടെ പറഞ്ഞ കാര്യത്തെ കൂടുതൽ ദൃഢം ചെയ്യുകയാണ്. അതിനു വേണ്ടിയാണ് മറ്റ് മന്ത്രങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനാൽ ടീക്കയിൽ പറഞ്ഞു തേഷാഞ്ച കർമ്മണാം ഫലം സംസാരാപ്തി. ആപ്തി എന്ന് പറഞ്ഞ അർത്ഥം സംസാരാപ്തി. ആപ്തി എന്ന് പറഞ്ഞാൽ പ്രാപ്തി. ആപ്തി എന്ന് പറഞ്ഞാൽ പ്രാപ്തി എന്നർത്ഥം. സംസാരാപ്തി, ആപ്തി, പ്രാപ്തി, ആപ്ല്, ഗതൗ, ഗത്യർത്ഥത്തിന് പ്രാപ്തി എന്ന് അർത്ഥം കൊടുക്കണം. അതായത് ഈ കർമ്മി ചെയ്യുന്ന കർമ്മം കൊണ്ട് 20-ാം നമ്പർ ടിപ്പണി കൂടെ നോക്കിയോ, അജ്ഞകാമി കർത്തൃകാണാം എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. അജ്ഞനായിരിക്കുന്ന കാമി ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമായിരിക്കട്ടെ സംസാരാന്തർഗതം തന്നെയായിരിക്കും. മറ്റു പല സ്ഥലത്തും ഇങ്ങനെ പറയാം, സംസാരാന്തർഗതമായിരിക്കും എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സംസാരത്തിൽ തന്നെ പെടത്തുള്ളൂ. സംസാരത്തിൽ നിന്ന് ബഹിർഭൂതമായിരിക്കുന്ന ബ്രഹ്മപ്രാപ്തിക്കല്ല കാരണമാകുന്നത് ഈ കർമ്മങ്ങൾ. കർമ്മം കൊണ്ട് ആർക്കും ബ്രഹ്മത്തെ കിട്ടത്തില്ല. ബ്രഹ്മത്തെ ഇപ്പൊ ആർക്കാ കിട്ടുന്നത്? ആർക്കും കിട്ടത്തില്ല. കാരണം സ്വന്തം സ്വരൂപം പ്രത്യേകിച്ച് കിട്ടാനൊന്നുമില്ലല്ലോ. പിന്നെന്തിനാണ് നിങ്ങൾ ജ്ഞാനത്തിന് വേണ്ടി ശ്രമിക്കുന്നത്? ജ്ഞാനം കൊണ്ട് അജ്ഞാനനാശം ഉണ്ടാവും. അത്രയാണ്. അജ്ഞാനനാശം എന്നുള്ള കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രയത്നം നടത്തുന്നത് എന്നർത്ഥം. തേഷാഞ്ച കർമ്മണാം ഫലം സംസാരാപ്തി ഇത്യപി തത്രൈവ പ്രദർശിതം. തത്രാം ഉദ്ദേശിച്ചത് ബൃഹദാരണ്യകത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? അതായത് രണ്ട് വിഭാഗം ഉണ്ട് എന്ന് കാണിക്കുകയാണ്. ജ്ഞാനത്തിന്റെ ഫലം മുക്തിയാണെന്നും ഇത് രണ്ട് പംക്തി കഴിഞ്ഞാൽ ഇനി ഭാഷ്യത്തിൽ കാണാം. കിം പ്രജയ കരിഷ്യാമോ എന്ന്. അതിന് മുന്നേ പറയാണ്, ഒന്ന് അജ്ഞനായിരിക്കുന്ന കാമിക്ക് കർമ്മമുള്ളൂ, അത് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഉപാസന ഭാഗം എടുത്ത് വെച്ചു കൊടുത്തത്. ഓക്കെ, ഉപാസനയെ പോലെ തന്നെ എന്നിട്ട് എന്ത് ചെയ്തു? ഉപാസനയുടെയും ഫലം പറയേണ്ടതിന് പകരം കർമ്മത്തിന്റെ ഫലം എടുത്താ കാണിക്കുന്നത്. മാറി പോകുന്നുണ്ട് കാര്യങ്ങൾ അവിടെ. ഒന്നാം പംക്തിയില്, അതായത് കഴിഞ്ഞ പേജിലും 29 വന്നത് ജായ മേസ്യാദ് അഥ പ്രജായ യുക്തം മേസ്യാദ് അഥ കർമ്മ കുർവിയ. ഈ ഭാഗം കർമ്മകാന്ഡമാണ് എന്ന് പറയാൻ കർമ്മത്തെ പറയാണ്. ഇതിന് സാമർത്ഥ്യമില്ല എങ്കിൽ എന്ന് പറഞ്ഞാല് ധനമില്ല, ഭാര്യയില്ല, പിന്നെ കർമ്മം ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെയാണെങ്കിൽ അവന് വേണ്ടി എന്ത് ചെയ്തു? ഉപാസന വിധാനം നടത്തി. അതെവിടെ? മനൈവാസ്യ ആത്മാ വാക് ജായ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അജ്ഞത്വവും കാമിത്വവും കർമ്മനിഷ്ഠന് നിശ്ചയം അവഗമ്യത എന്ന് ഭാഷ്യത്തില്. പക്ഷെ അതിനെ ടീക്കയിൽ വിശദീകരിക്കുന്നേരം പറഞ്ഞു ഈ ഒരു ഉപാസന വരുന്നത് പോലും അതത്തായിരിക്കുന്ന കാര്യത്തില് തത്തായിരിക്കുന്ന മനോധർമ്മം മാത്രമാണിത്. എന്ന് പറഞ്ഞാല് ജായാദികളല്ലാത്തിടത്ത് ജായാദികളുടെ ദർശനമാണ്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവൻ അജ്ഞനായിരിക്കണം എന്ന് ടീക്കയിലൂടെ നിശ്ചയിച്ചു. ഭാഷ്യത്തിൽ സാമാന്യമായിട്ട് എടുത്തു പറഞ്ഞു അജ്ഞത്വവും കാമിത്വവും കർമ്മനിഷ്ഠന് നിശ്ചയം അവഗമ്യതയിൽ എന്ന് പറയുക. അതിന് മുന്നത്തെ പക്തിയിൽ എന്താ പറഞ്ഞത്? അജ്ഞസ്യ കാമിന കർമാണി എന്നാ. അജ്ഞനായിരിക്കുന്ന കാമിക്ക് കർമ്മമുള്ളൂ, കാരണം ഉപാസന ഭാഗം വെച്ചു. എന്നിട്ട് പറയാണ് പിന്നെയും നിജപ്പെടുത്തിയതാണ് അജ്ഞനും കാമിയും ആണെങ്കിൽ മാത്രമേ കർമ്മം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ കർമ്മം ചെയ്യോ? ഇല്ല. ഞാൻ ഈ ലോക സമൃദ്ധിക്കായിട്ട് എന്തെങ്കിലും ചെയ്യോ? അതും ചെയ്യൂല. ഒന്നും ചെയ്യൂലേ? അല്ല, ഉപദേശം ലേശാവിദ്യ ഉള്ളതുകൊണ്ട് ശരീരയാത്ര മറ്റെല്ലാം വേണേ അന്വയിക്കാം. പക്ഷെ ബോധപൂർവമായിട്ട് നിങ്ങളെ ഞാൻ രക്ഷിക്കുന്നു എന്നുള്ള രീതി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുണ്ടായിട്ട് വേണ്ടേ ഞാൻ രക്ഷിക്കാൻ ഇറങ്ങാൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് എന്ത്, ഞാൻ അവസാന ജീവൻ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുന്നവരെ ജനിക്കാൻ തയ്യാറാണെന്ന് പറയാൻ മഹാത്മാവുണ്ടല്ലോ. അത് വിവരക്കേടായിരുന്നു പറയണമെങ്കിൽ വേദാന്തം ആ രീതിയിൽ പഠിക്കണം. എന്ന് പറഞ്ഞാല്
ജ്ഞാനിയായി കഴിഞ്ഞാൽ ഈ ജഗത്തിന് എന്ത് സംഭവിക്കും? ഒരാൾ ജ്ഞാനിയായാലും ഈ ജഗത്തിന് എന്ത് സംഭവിക്കും? ജഗത്തിനൊന്നും സംഭവിക്കൊന്നുമില്ല. അങ്ങേർക്ക് ജ്ഞാനിക്ക് ജഗത്തില്ലാതാവും. ആ ജ്ഞാനിക്ക് ജഗത്തില്ലാതാവും. ജ്ഞാനിക്ക് ജഗത്തില്ലാതാവും. അപ്പൊ അജ്ഞാനികൾക്കോ? ജഗത്തുണ്ടാവും. ജഗത്തുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ ജഗത്ത് ഇവിടെ തന്നെ കിടക്കൂലേ? കിടക്കും. അജ്ഞാനിക്ക് ജഗത്ത് ഇതുവരെ കിടക്കും. ഇത്രയും നോക്കി നിങ്ങളൊക്കെ പഠിച്ചത് വേദാന്തം അല്ല എന്നാണ് ഇപ്പോഴും മനസ്സിലായി. നിങ്ങൾക്ക് ഒരിക്കലും പിടി കിട്ടിയിട്ടില്ല സാധനം എന്താ വേദാന്തം. ജ്ഞാനിയെ സംബന്ധിച്ച് ജഗത്ത് ഉണ്ടാവില്ലേ സ്വാമിജി? ജ്ഞാനിയെ സംബന്ധിച്ചില്ല. അപ്പൊ അജ്ഞാനിയെ സംബന്ധിച്ച് ജഗത്തുണ്ടോ? അജ്ഞാനിയെ സംബന്ധിച്ച് ജഗത്തില്ല. പക്ഷെ ആ അജ്ഞാനിക്ക് ജഗത്ത് ഉണ്ട് എന്നതായി തോന്നും. അപ്പൊ അജ്ഞാനിക്ക് തോന്നുന്നത് നിങ്ങൾക്കും എനിക്കൊക്കെ ഇപ്പം തോന്നുന്നതിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇങ്ങനെയാണോ വാസ്തവസ്ഥിതി? അല്ല, ഇല്ല. ശരിക്കും പറഞ്ഞാല് അത് ശരിക്കില്ല. പക്ഷേ ഇത് പണ്ട് ഞങ്ങളുടെ ആശ്രമത്തിലെ ഒരു ആളുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ ജൈസ കഴിച്ച ഐസ നെയ്യേ, ഐസ മിഥ്യ നെയ്യേ, ജഗത്ത് ഐസ മിഥ്യ നെയ്യേ. ജഗത്ത് ഐസ മിഥ്യ നെയ്യ് ഹേ. നമ്മൾ പറയുന്ന പോലെ മിഥ്യൊന്നും അല്ല ജഗത്ത് എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ കുറച്ചൊക്കെ സത്യമായിരിക്കില്ല. ഒരു ഭാഗം ഒരു സൈഡിലൂടെ സത്യവും ഒരു സൈഡിലൂടെ മിഥ്യയാണ്. എന്റെ മക്കളെ, നിങ്ങൾക്ക് ഇതുവരെ ഇതിന്റെ കുട്ടൻസ് പിടികിട്ടിയിട്ടില്ല കേട്ടോ. അതായത് കയറിൽ നമ്മൾ നിങ്ങൾക്ക് ദൃഷ്ടാന്തമൊക്കെ നിങ്ങൾ വേണേ അതേപോലെ തന്നെ മഗ്ഗപ്പയും പറയും. പക്ഷെ നിങ്ങൾക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. നിങ്ങൾക്കായിട്ടല്ല, ഒരു ആൾക്കാർക്കൊന്നും ഇത് പിടികിട്ടാറില്ല. ഇതിന് ചെറിയ ചെറിയ ബിറ്റുകളാണ്. ഇതിൽ കയറി പിടിച്ചിട്ട് നന്നായിട്ട് തല പുകച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വേദാന്തി ഉദ്ദേശിച്ച ബ്രഹ്മാകാരത്തിലേക്ക് മാറാൻ പറ്റത്തേയില്ല. പിടികിട്ടും. പറഞ്ഞാൽ എന്താന്നുള്ളത്. കയറിലെ ഒരു സർപ്പം, കയറിലെ സർപ്പം എന്ന് പറഞ്ഞാല് കയറിൽ തൂങ്ങിക്കിടക്കുന്ന സർപ്പം നല്ല ഉദ്ദേശിച്ചത്. കയറ് തന്നെ സർപ്പമായിട്ട് കാണപ്പെടുന്ന സ്ഥലം എന്നാ. കയറും സർപ്പമായിട്ട് താതാത്മ്യമുണ്ടോ? കയറുമായിട്ട് താതാത്മ്യമുണ്ടോ? താതാത്മ്യം എന്ന് പറഞ്ഞാൽ ഏകത്വം എന്നർത്ഥം. കയറില് കയറ് ഇരിക്കുന്നുണ്ട്. അപ്പൊ കയറിൽ കയറിന്റെ താതാത്മ്യമുണ്ട്, ഏകത്വമുണ്ട്. കയറിൽ സർപ്പത്തിന്റെ ഏകത്വം ഉണ്ടോ? ഇല്ല. ഒരു ഘടത്തില് മൃത്തിന്റെ ഐക്യം ഉണ്ടോ? മൃത്തിന്റെ ഐക്യമുണ്ടോ? എന്തുകൊണ്ടാ മൃത്തിന്റെ ഐക്യം ഘടത്തിലുണ്ടെന്ന് പറയാൻ കാരണം? മൃത്തിനെ കൊണ്ടുണ്ടാക്കിയതാണ്. അങ്ങനെ പറയണ്ട. ഘടം മൃത്താണ്. അതുകൊണ്ടാണ് ഘടത്തിൽ മൃത്തിന്റെ ഐക്യം വരുന്നത്. കയറില് സർപ്പത്തിന്റെ ഐക്യം ഉണ്ടാവണമെങ്കിൽ കയറ് സർപ്പമായിരിക്കണം. ആണല്ലോ. അതെ. അന്നപ്പോൾ കയറിനെ ആദ്യം സർപ്പമായിട്ട് കണ്ടു. പിന്നെ ആ വ്യക്തി മനസ്സിലാക്കുകയാണ് ഇത് വെറും കയറാണ്, സർപ്പമല്ലായിരുന്നു എന്ന്. ഇനി ശ്രദ്ധിച്ചോ, ഈ കയറിലെ സർപ്പഭ്രമം മാറിയ വ്യക്തിക്ക് ഇനി ഇങ്ങനൊരു ബുദ്ധി ഉണ്ടാവുമോ? ഓ, അറിഞ്ഞത് കൊണ്ട് രക്ഷപ്പെട്ടു. അതായത് ഇത് കയറാണെന്ന് അറിഞ്ഞത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഈ 10 മിനിറ്റ് മുന്നേ കടിച്ചിരുന്നുവെങ്കിൽ ഞാൻ ചത്തേനെ. ആ സർപ്പം എന്നെ കടിച്ചിരുന്നുവെങ്കിൽ ഞാൻ ചത്തേനെ. ഇയാള് വന്നതുകൊണ്ട് ടോർച്ചടിച്ചു, മനസ്സിലായി അത് കയറാണെന്ന്. ഇങ്ങനെ പറയാൻ പറ്റുമോ? പറ്റില്ല. അതെന്തുകൊണ്ടാ? വാസ്തവത്തിൽ സർപ്പമല്ല, അത് കയറാണ്. ആ കയറില് നമ്മൾ ഭ്രമം മാറിയ സമയത്ത് സർപ്പമില്ല, അല്ലേ? നമുക്ക് മനസ്സിലായ കയറാണെന്ന്. പക്ഷെ ഭ്രമിച്ച സമയത്ത് ഒരു സർപ്പം ഉണ്ടായിരുന്നില്ലേ? ഇല്ലല്ലോ. ഇല്ല. അതിൽ നിങ്ങൾക്ക് 2 അഭിപ്രായമുണ്ട്. ചിലര് തലയാട്ടുന്നുണ്ട്. ഇല്ല. ഭ്രമിക്കുന്ന സമയത്ത് സർപ്പം ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ഇതിനെ പേടിച്ചേ? പ്രാതിഭാസിക സർപ്പത്തെ കണ്ടിട്ടാണോ പേടിച്ചത്? അല്ല വ്യാവഹാരിക സർപ്പം കരുതിയിട്ടാണോ? അതായത് ഈ സ്ഥലത്ത് നല്ല ചർച്ചയുണ്ട് അദ്വൈതസിദ്ധിയുടെ തുടക്കത്തില്. ഇതില് 1ാം പാറ്റേൺ അങ്ങനെയൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് കുറച്ചേ പറയത്തുള്ളൂ. അതായത് കണ്ട സർപ്പത്തെ ആണോ നിഷേധിക്കുന്നത്, കാണാത്ത സർപ്പത്തെയാണോ നിഷേധിക്കുന്നത്? നിഷേധിച്ചത് കണ്ട സർപ്പത്തെ പറ്റത്തുള്ളൂ. അത് പോട്ടെ, ഞാൻ ഇത്ര കൂടുതൽ പോകുന്നില്ല. അത് മനസ്സിലാക്കാൻ അദ്വൈതസിദ്ധിയിൽ പോലും ചെറിയ ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ ഒരു ഡെപ്ത് ആലോചിച്ച് നോക്കിയാൽ മതി. എത്ര പ്രശ്നമുണ്ട് അവിടെ. അത് വിട്ടോ, നിങ്ങൾക്ക് വേണ്ടതിലേക്ക് വന്നു. അങ്ങനെ കയറില് സർപ്പത്തെ കണ്ടു, പിന്നെ കയറിനെ കയറെന്ന് മനസ്സിലാക്കി. അന്നപ്പോൾ നമ്മൾക്ക് ഇനി പറയാൻ പറ്റുമോ ഈ കയറിനെ ഞാൻ കയറെന്ന് മനസ്സിലാക്കിയില്ലായിരുന്നു എങ്കിൽ
ആ സർപ്പത്തിന്റെ കൊത്തേറ്റ് ഞാൻ മരിച്ചേനെ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇല്ല. ഇല്ലല്ലോ. ഇല്ല. കയറില് ഒരാളല്ല 10 പേര് സർപ്പത്തെ കാണുന്നുണ്ടായിരുന്നു. നമ്മൾ 10 പേര് പോവുകയാണ്. അന്നപ്പോഴാണ് കയറ് അവിടെ നമ്മള് 10 പേരും 10 സർപ്പത്തെ കണ്ടു. ഇനി ശ്രദ്ധിച്ചോളേ, 10 പേര് കണ്ടത് ഒരു സർപ്പത്തെയാണോ 10 സർപ്പത്തെയാണോ? 10 സർപ്പത്തെ. 10 സർപ്പത്തെ. അതെന്തിനാ 10 സർപ്പം? ഒരു സർപ്പം പറയായിരുന്നോ? അല്ല, അവർക്ക് തോന്നുന്ന സർപ്പത്തിനല്ലേ അവർ കാണും. അവരവരുടെ തോന്നലനുസരിച്ചല്ലേ കാണും. അതായത് 10 പേര് കണ്ടു നിൽക്കുന്നേരം 5 പേര് അവിടുന്ന് പോയി എന്ന് കരുതുക. ബാക്കി 5 പേര് ഇരിക്കുന്നേരാണ് വെളിച്ചമായിട്ട് ഒരാൾ വന്നത്. ആ അറിഞ്ഞവർക്ക് മനസ്സിലാവും ഇത് സർപ്പല്ല. മറ്റുള്ളവർ ഇപ്പോഴും സർപ്പന്നേ കണക്കാക്കത്തുള്ളൂ. മനസ്സിലായോ? ഒന്ന്. രണ്ടാമത്തത്, ഒരുത്തൻ അതിനെ കോബ്രയായിട്ട് കണക്കാക്കിയാല് വേറൊരുത്തൻ അതിനെ വൈപ്പറായിട്ട് കണക്കാക്കും. എന്ന് പറഞ്ഞാല് ഒരു സർപ്പത്തെ അല്ല, ഓരോരുത്തരുടെയും കൽപ്പിതമായിരിക്കുന്ന സർപ്പം അവിടെ ഭിന്നമാണ്. കാരണം വ്യാവഹാരികമായിരിക്കുന്ന ഒരു കയറിനെയാണ് എല്ലാവർക്കും കാണാൻ പറ്റിയത്. വ്യാവഹാരിക വസ്തുവിനെ എല്ലാവർക്കും സാമാന്യമായിട്ട് കാണാൻ പറ്റും. പ്രാതിഭാസിക വസ്തു എന്നുള്ളത് സ്വന്തം അജ്ഞാനജന്യമായതിനാൽ തന്റെ അജ്ഞാനം നഷ്ടപ്പെട്ടാൽ ആ വസ്തു നഷ്ടപ്പെട്ടു പോകും. ശ്രദ്ധിച്ചോളാം, ചെറിയ വ്യത്യാസം വരുത്താൻ പോവുകയാണ്. അപ്പോൾ സ്വന്തം അജ്ഞാനത്തിന്റെ കാര്യമായിരിക്കുന്ന സർപ്പം സ്വന്തം ജ്ഞാനത്തോടുകൂടി നഷ്ടപ്പെട്ടു. ഇതാണ് നിങ്ങളുടെ സിദ്ധാന്തമേ. നോക്കിയോ, ഇവിടെ ശ്രദ്ധിച്ചോളണം. ഇങ്ങനെ ഇരിക്കെ ഒരാൾക്ക് കയറിലെ സർപ്പഭ്രമം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സർപ്പങ്ങളെല്ലാം കയറിലിരിക്കുകയോ? ഇരിക്കും. പിന്നെ പറയാതെ നിക്കി. ഇപ്പൊ ഒരാള് നിങ്ങൾ കയറിനെ കള്ളി സർപ്പത്തെ കണ്ടു. നിങ്ങൾക്ക് മനസ്സിലായി ഈ കയറിൽ സർപ്പമായിരുന്നു എന്നുള്ളത്. നിങ്ങൾക്ക് ശാസ്ത്രം പഠിച്ചതുകൊണ്ട് ഒരു കാര്യം കൂടി അറിയാം, ഓരോരുത്തരും കണ്ട സർപ്പം ഭിന്നമായിരുന്നു എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അവന്റെ സർപ്പം ഈ കയറിൽ ഇരിക്കുന്നുണ്ട്, എന്റെ സർപ്പം മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ? ഇതിനുത്തരം എന്താ? ഇല്ല. പറ്റൂല. പിന്നെ മറ്റുള്ളവരുടെ സർപ്പം നഷ്ടപ്പെട്ടോ? നമുക്ക് നഷ്ടപ്പെട്ടു, അവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഇതാണ് ഒരു കണക്കിനും തലയിൽ കയറാതെ പോകുന്നത്. ഇന്ന് നോക്കിയോ, ഇവിടെ പ്രശ്നം വരുവട്ടെ, വേറെയും പറഞ്ഞുതരാം. കയറിനെ കയറെന്ന് കണ്ടു ഒരു വ്യക്തി. അങ്ങേർക്ക് അറിയത്തില്ലേ മറ്റുള്ളവന് വേണ്ടിയുള്ള സർപ്പവും ഇവിടെ ഇല്ലെന്നുള്ളത്? മറ്റുള്ളവൻ കണ്ട സർപ്പവും ഈ കയറിലില്ല എന്ന് കയറിനെ കയറായിട്ട് തിരിച്ചവന് മനസ്സിലാവുന്നുണ്ടോ? അറിയാം. ആണല്ലോ. ഇനി റിയാലിറ്റി ചെക്ക് നടത്താം. അവിടെ സർപ്പമുണ്ടോ? ഇല്ലായിരുന്നല്ലോ. അതെ. കൽപ്പന, മറ്റുള്ളവരുടെ കൽപ്പന മാത്രമായിരുന്നില്ലേ ആ കയറിൽ സർപ്പം? അതെ. അപ്പൊ കയറിനെ കയറായിട്ട് കണ്ട ആൾക്ക് ഇത്രയും അറിയാമോ, മറ്റുള്ളവരുടെ കൽപ്പന മാത്രമായിരുന്നു ആ സർപ്പം, ആ കയറിൽ സർപ്പം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ആ കയറ് കയറാണ്. കയറാണെങ്കിൽ കയറ് സർപ്പാവുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ആരുടെ സർപ്പമാണ് ആ കയറ്? ആരുടെയോ അല്ല. മനസ്സിലായോ? ഒരാൾക്ക് അജ്ഞാനം നഷ്ടപ്പെടുന്നതോടുകൂടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സർപ്പങ്ങളും നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാ? അവിടെ സർപ്പം ഇല്ലായിരുന്നു. ഉള്ളതെന്താ? കയറ് മാത്രം. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോ. ഈ വ്യക്തിക്ക് ഈ കയറിനെ കയറായിട്ട് അറിയാക്കിയ ആൾക്ക് അറിയാമോ ഞാൻ ആ കയറിനെ സർപ്പമാണെന്ന് കരുതുമ്പോൾ പോലും ആ സർപ്പം കയറായിരുന്നു എന്നുള്ള കാര്യം? അറിയാം. അപ്പോൾ ഞാൻ ഭ്രമിക്കുമ്പോൾ പോലും അത് സർപ്പമല്ലായിരുന്നു, കയറായിരുന്നു എങ്കിൽ ഭ്രമത്തിന്റെ വിഷയമായിരിക്കുന്ന സർപ്പം ഏത് കാലത്താണ് ആ കയറ് സർപ്പമായിട്ടിരുന്നത്? ഒരു കാലത്തും ഇല്ല. ഒരു കാലത്തും ഇല്ലെങ്കിൽ പിന്നെ അന്യരുടെ സർപ്പം ആയിട്ടും ഇരിക്കുമോ ഏതെങ്കിലും ഒരു കാലത്ത് ആ കയറ്? ഇല്ലല്ലോ. ഇല്ല. പിന്നെ എവിടുന്നാണ് അന്യന്റെ സർപ്പം അവിടെ അവശേഷിക്കുന്നത്? അപ്പൊ കയറിൽ സർപ്പം ഇല്ലായിരുന്നു. ഏത് സർപ്പം? ആരുടെ സർപ്പം? എപ്പോൾ? ഒരു കാലത്തും ഇല്ലായിരുന്നു. അപ്പോൾ കയറിനെ തിരിച്ചറിയേണ്ട ആവശ്യം പോലും ഇല്ല, അല്ലേ? ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്കോ എനിക്കോ കയറിൽ സർപ്പഭ്രമ ഉണ്ടായിട്ടില്ല.
നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയാണ്. സർപ്പഭ്രമം ഉണ്ടായതിനെ കുറിച്ചും സർപ്പഭ്രമം നഷ്ടപ്പെട്ടവനെ കുറിച്ചും നമ്മൾ പറയാണ്. ഇനി നമ്മൾ ചർച്ചയിൽ നമ്മൾ നിശ്ചയിക്കുകയാണ് ആ കയറിൽ കണ്ടവനെ സംബന്ധിച്ചും ഭ്രമം മാറിയവനെ സംബന്ധിച്ചും ആർക്കും തന്നെ സർപ്പമില്ലായിരുന്നു എന്ന് നമ്മൾക്ക് ഇവിടെ നിന്നിട്ട് നിശ്ചയിക്കാൻ പറ്റൂലേ? പറ്റും പറ്റും പറ്റുന്നില്ലേ? പറ്റും. അനുഭവസ്ഥര് വേറെയാണ്. പക്ഷെ നമ്മൾക്ക് ആ അനുഭവത്തെ നിരൂപണം ചെയ്തുകൊണ്ട് ഒരു കാര്യത്തിൽ എത്തിച്ചേരാം. ഇവരുടെ അനുഭവം വ്യർത്ഥമായിരുന്നു. വാസ്തവത്തിൽ അവിടെ കയറ് മാത്രമായിരുന്നു. ഒരാൾ അറിഞ്ഞതുകൊണ്ട് അങ്ങേർക്ക് മാത്രമല്ല സർപ്പം നഷ്ടപ്പെട്ടത്. കാരണം സർപ്പം നഷ്ടപ്പെടാൻ സർപ്പം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള പ്രശ്നം അവതരിപ്പിക്കുക. നഷ്ടപ്പെടണമെങ്കിൽ ഉണ്ടാവണ്ടേ? ഉണ്ടായിട്ട് വേണ്ട നഷ്ടപ്പെടാൻ. പക്ഷെ നഷ്ടപ്പെടുന്നു പറയാൻ കാരണം എന്താ? ഉണ്ടായിരുന്നു എന്നുള്ള തോന്നിച്ചയെ നിലനിർത്തിക്കൊണ്ടാണ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. പാരമാർത്ഥികമായിരിക്കുന്ന സ്റ്റെപ്പിലാ പറയുന്നത് അവിടെ നഷ്ടപ്പെടുക പോലുമില്ല, കാരണം ഇല്ലായിരുന്നു എന്നുള്ളതാണ് റിയാലിറ്റി എന്നുള്ളതിനാൽ അധിഷ്ഠാനം മാത്രമേ സത്യമാവത്തുള്ളൂ. ആയതുകൊണ്ട് ആ അധിഷ്ഠാനത്തിൽ എന്നാൽ കയർ ഒരു കാലത്തും സർപ്പാവത്തില്ല. ആയതിനാൽ ബ്രഹ്മം ഒരു കാലത്തും ജഗത്തും ആവത്തില്ല. ഇനി നമ്മൾ ജ്ഞാനിയുടെ അനുഭവം വിട്ടേക്ക്, ബ്രഹ്മാകാര വൃത്തികളെ ജ്ഞാനിയുടെ അനുഭവം വിട്ടേക്ക്, ആ അനുഭവത്തെ ചർച്ചയ്ക്ക് വേണ്ടി എടുത്തുകൊണ്ടുവരികയാണ് നമ്മൾ. അപ്പോൾ പോലും നമ്മൾക്ക് ഈ ഒരു കാര്യം സിദ്ധിക്കാൻ പറ്റും. ജ്ഞാനിയുടെ അനുഭവ തലത്തില് ജ്ഞാനി ഈ ജഗത്തിനെ നിഷേധിച്ചും കൊണ്ട് അധിഷ്ഠാന ബ്രഹ്മസ്വരൂപത്തെ അറിയുമ്പോൾ അങ്ങേർക്ക് ഒരു കാര്യം മനസ്സിലാവും, എനിക്കുമില്ലായിരുന്നു, ആർക്കുമില്ലായിരുന്നു ഈ ജഗത്ത്. പിടികിട്ടിയപ്പോ അപ്പോൾ ജ്ഞാനിക്ക് മാത്രമല്ല, ജ്ഞാനിക്ക് നഷ്ടപ്പെടണമെങ്കിൽ ഉണ്ടായിട്ട് വേണ്ടേ? ഇല്ലാത്ത വസ്തു എവിടെ നിന്ന് നഷ്ടപ്പെടാനാ? അതാണ് നമ്മൾ ചോദിക്കുന്നത്. കയറിലെ സർപ്പം എങ്ങോട്ട് പോയി? എങ്ങോട്ട് പോകാനാ? ഉണ്ടായിട്ട് വേണ്ട എങ്ങോട്ടും പോവാൻ. പക്ഷെ നമ്മൾ പറയും കയറിലേക്ക് പോയി. കാരണം കയറ് മാത്രമായിട്ട് അത് അവശേഷിക്കുന്നത് കൊണ്ട് കയറിലെ സർപ്പം കയറിലേക്ക് പോയി എന്ന് പറയുന്നത് മാത്രം. അവിടെ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അങ്ങോട്ടും പോകത്തില്ല. ഇതേപോലെ ഈ ജഗത്ത് ബ്രഹ്മസ്വരൂപമായി മാറുന്നു എന്ന് പറയാൻ കാരണം ബ്രഹ്മം മാത്രമേ അവശേഷിക്കത്തുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ഇനി നിങ്ങൾ അതിന്റെ പാരമാർത്ഥിക അവസ്ഥ മനസ്സിലാക്കുക. അജ്ഞാനം കൊണ്ട് ജഗത്തിന്റെ ഉത്പത്തി ഉണ്ടായില്ലേ? ഉണ്ടായി. ഏതാണ് അജ്ഞാനം? അജ്ഞാനത്തിന്റെ സ്വരൂപം എന്താ? മിഥ്യാ അജ്ഞാനം എന്നാ പറയുന്നത്. മിഥ്യാച തത് അജ്ഞാനം ചെയ്ത് മിഥ്യാജ്ഞാനം. മിഥ്യ എന്നുള്ളത് ഒരു പദാർത്ഥം, ഈ അവിദ്യ എന്നുള്ളത്, മായ എന്നുള്ളത് ഒരു പദാർത്ഥമേ അല്ല. നമ്മൾ കേൾക്കുന്ന നേരം നമ്മൾ പെട്ടെന്ന് ധരിക്കുക ഈശ്വരൻ ഒരു ഘടകം, രണ്ടാമത്തെ ഘടകം എന്താണ്? മായ. ആ മായ ഉപയോഗിച്ചിട്ട് ഈശ്വരൻ ജഗത്തുണ്ടാക്കി. അന്നപ്പോൾ ജഗത്തിന്റെ ഉപാദാനം മായ. അവിടെ നമ്മൾക്ക് ആദ്യകാലത്ത് ഇങ്ങനത്തെ ഒരു ബുദ്ധി ഉണ്ടാവാം, മായ എന്നുള്ളത് ഒരു റിയൽ സബ്സ്റ്റൻസ് ആണെന്ന് തോന്നിയേക്കാം, ഒരു പദാർത്ഥമാണ്, വാസ്തവ പദാർത്ഥമാണ്, അതിനെ ഉപയോഗിച്ചുണ്ടാക്കി. കുലാലൻ മണ്ണിനെ ഉപയോഗിച്ച് ഘടത്തെ ഉണ്ടാക്കിയതുപോലെ ഈശ്വരൻ മായ ഉപയോഗിച്ച് ജഗത്തിനെ ഉണ്ടാക്കിയെന്ന് തോന്നാം. ഇത് പറയേണ്ടിയിട്ടൊന്നല്ല മായയെ അവതരിപ്പിച്ചത്. ഇത് നിങ്ങൾ ജഗത്ത് കാണുന്നു, ഞാൻ ജഗത്ത് കാണുന്നു എന്നുള്ളത് കൊണ്ട് ഈ തോന്നിച്ചയെ മാറ്റണമെങ്കിൽ ആദ്യം ഹാന്ന് പറയണം. ഇതുകൊണ്ട് ഇതിനെ ഞങ്ങൾ പറയും അധ്യാരോപം എന്ന് പറയും. ജഗത്തിന്റെ സൃഷ്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശ്രുതിയിൽ, ഇതിനെ അധ്യാരോപന്നേ പറയത്തുള്ളൂ. ഇവിടെ നിർത്തത്തില്ല, ഇതിനെ അപവദിച്ച് കളയും. ഈ അപവദിക്കുന്ന സമയത്ത് പറയപ്പെട്ടിരിക്കുന്ന എല്ലാത്തിനെയും നിഷേധിച്ച് അധിഷ്ഠാനത്തിലേക്ക് പോകുന്നത്. അധ്യാരോപ അപവാദാഭ്യം നിഷ്പ്രപഞ്ചം പ്രപഞ്ചത്തെ ശിഷ്യാണാം കല്യാണാർത്ഥം തത്വജ്ഞ കൽപ്പിത ക്രമ. ഓക്കെ, ജ്ഞാനികൾ ഒരു ക്രമം കൽപ്പിച്ച് വെച്ചു കൊടുത്തതാണ്. ആർക്ക് വേണ്ടിയിട്ട്? ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനത്തെ ഒരു ജഗത്തുണ്ടായിട്ടില്ല. പക്ഷേ ജഗത്തുണ്ടായി എന്ന് കരുതുന്നവനോട് പറയാണ്, ശരിയാണ്, ജഗത്തുണ്ട്, അതിന്റെ കാരണമാണ് മായ. മായ ഉപയോഗിച്ചിട്ട് ഈശ്വരൻ ജഗത്തുണ്ടാക്കി. ഇത്രയും പറയും. പിന്നെ പറയും ഈ മായ എന്നുള്ളത് ഈശ്വരൻ കൽപ്പിതമാണ്. അവാസ്തവ വസ്തുവാണ്. അതിനാണെങ്കിൽ ജഗത്തും അത്രയ്ക്ക് മാത്രം സത്യമുള്ള വസ്തുവാണ് എന്ന് പറഞ്ഞാൽ അവാസ്തവ വസ്തുവാണ്. പിന്നെ എന്താ സത്യം? ബ്രഹ്മം മാത്രം സത്യം. ഏതുപോലെ കയറിന്റെ അജ്ഞാനം കൊണ്ട് സർപ്പം ഉണ്ടായപ്പോൾ ആ സർപ്പത്തിന്റെ കാരണം എന്താ? കയറിന്റെ അജ്ഞാനം. കയറിന്റെ അജ്ഞാനം കയറിലാണോ ഇരിക്കുക? അല്ല, കയറിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ഇടത്താണ് ഇരിക്കുക. കയറിന്റെ അജ്ഞാനം എവിടെ ഇരിക്കാനാ? കയറല്ലേ ഉള്ളൂ. കയറിനെ നിങ്ങൾക്ക് അറിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ കയറിന്റെ അജ്ഞാനം എന്ന് പറഞ്ഞു. ടീക്ക്, നമ്മൾക്ക് ഒരു ജീവന് ആ കയറിന്റെ അറിവില്ലായ്മ, ഇതാണ് കയറിന്റെ അജ്ഞാനം. ആ അറിവില്ലായ്മയാണ് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടുത്തത്. സർപ്പം അവിടെ ഉണ്ടോ? ഉണ്ടായിട്ടില്ല. പിന്നെ അവിടെ ഉള്ള വസ്തു എന്താ? കയറേ ഉള്ളൂ. കയറിന്റെ അജ്ഞാനം എന്ന് പറഞ്ഞ വസ്തു ഇല്ല. കയറിന്റെ അജ്ഞാനം എന്താണ്? അറിവില്ലായ്മയാണ്. കയറിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. കയറിനെ കുറിച്ചുള്ള അറിവില്ലായ്മ കയറിലിരിക്കും, അല്ലേ? ബ്രഹ്മത്തിന്റെ അജ്ഞാനം ബ്രഹ്മത്തിലിരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞു തരുന്നത് എന്തിനു വേണ്ടിയാ?
മണ്ടന്മാർക്ക് വേണ്ടിയുള്ള പ്രക്രിയയാണ് സാധനം. മൊത്തം 99% വേദാന്തത്തില് സൃഷ്ടി പ്രക്രിയയുടെ ഭാഗം എല്ലാ മണ്ടന്മാർക്ക് വേണ്ടിയുള്ളതാണ്. അവിടെ കടന്നിട്ട് ജഗത്തുണ്ടെന്നോ, അതായത് നമ്മൾ ഈശ്വരനെ നിഷേധിക്കുന്ന സമയത്ത് എനിക്ക് ചിലർ ടൈറ്റിൽ തരാറുണ്ട്, അവൻ ഈശ്വര നിഷേധിക്കും. എടമണ്ട, ഈശ്വരന് ഇന്നലത്തെ ഇത് കണ്ടിട്ടുണ്ടോ? ശേഷം ജഗത് മയാ കൽപ്പിതം എന്നാണ് മനീഷ പഞ്ചകത്തിൽ പറഞ്ഞു. ഈശ്വരൻ മുതൽക്കുള്ള ജഗത്ത് എന്നാൽ കൽപ്പിതമാണ്. അപ്പൊ കൽപ്പിതമാണ് ഈശ്വരൻ എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ അത് അവാസ്തവ വസ്തുവാണ്. മായ കൽപ്പിതമായതുകൊണ്ട് മായായുക്ത ചേതനൻ പോലും കൽപ്പിതമായി പോവുകയാണ്. വാസ്തവത്തിൽ ചേതനൻ മാത്രമാണ് വാസ്തവത്തിൽ ഇരിക്കുന്നത്. എന്നിട്ടും നമ്മൾ ഈശ്വരനെ കൽപ്പിതം എന്ന് പറയണമെങ്കിൽ മായായുക്ത ചൈതന്യമായതുകൊണ്ടാണ് അതിനെ കൽപ്പിതം എന്ന് പറയുന്നത്. അന്നപ്പോൾ ഒരു നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപത്തെ ഒഴിച്ചിട്ട് ബാക്കി എല്ലാം കൽപ്പനയാണ്. ഇനി നിങ്ങൾ ഈ രീതിയിൽ ജഗത്തിനെ നിഷേധിച്ചിട്ടില്ല എങ്കിൽ, അതായത് യോഗസൂത്രത്തിൽ ഒരു സൂത്രമുണ്ട്, കൃതാർത്ഥം പ്രതി നഷ്ടമപി അനഷ്ടം തദന്യ സാധാരണത്വാത്. ഇത് മണ്ടന്മാരുടെ സൂത്രമാണിത്. കൃത അർത്ഥോ യേശാം തേ കൃതാർത്ഥാഹ തേഷാം പ്രതി നഷ്ടമപി എന്ന് പറഞ്ഞാല് പ്രകൃതി പുരുഷ വേദജ്ഞാനം സംഭവിച്ചതിനെ സംബന്ധിച്ച് പ്രകൃതി നഷ്ടപ്പെടുന്നു എങ്കിൽ പോലും തദന്യ സാധാരണത്വാത്, ഈ ഒരു പ്രകൃതി പുരുഷ വേദജ്ഞാനം വരാത്ത അജ്ഞാനിയെ സംബന്ധിച്ചും ഈ ജഗത്ത് സാധാരണം എന്നിരിക്കെ ആ നഷ്ടം, ജഗത്തിന്റെ നാശം നേരിടത്തില്ല. ഇത് ജഗത്തിന്റെ കാരണമായിരിക്കുന്ന പ്രകൃതി വാസ്തവമെന്ന് മാനിക്കുന്ന സാങ്കേനും യോഗനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടില്ല. ജഗത്തിന്റെ കാരണമായിരിക്കുന്ന മായ അവാസ്തവമാണെന്ന് മാനിക്കുന്ന വേദാന്തിയെ സംബന്ധിച്ച് ഈ സിദ്ധാന്തം നടക്കത്തില്ല. അന്യനെ ഇരിക്കത്തില്ല. എന്നിട്ടല്ലേ അന്യനെ സംബന്ധിച്ച് ജഗത്തിരിക്കുക. അന്യൻ പോലും നിങ്ങളാൽ കൽപ്പിതമായ വസ്തുവാണ്. അതുകൊണ്ടാണ് വിവേകാനന്ദം പറ തെറ്റാന്ന് പറയുന്നത്. ഇപ്പം പിടി കിട്ടിയോ? വിവേകാനന്ദം പറഞ്ഞിട്ടുണ്ട്, അവസാന ജീവനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ വരാൻ തയ്യാറാണ്. ठीक है, ഇതിനെ പണ്ടേക്ക് പണ്ടേ രമണ മഹർഷി കണ്ടനം നടത്തിയിട്ടുണ്ട്. ചില ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് രക്ഷിക്കാൻ വേണ്ടി വരാൻ അങ്ങനെ തന്നെ ഓപ്ഷൻ ഇടണം വെക്കുന്നുണ്ട്. നീ ജ്ഞാനിയാണെങ്കിൽ നിനക്ക് ഈ ജഗത്തില്ല. മനസ്സിലാക്കുന്നുണ്ടോ? ഈ ഇത്രയും കാര്യം മനസ്സിലായാലേ ആ പറഞ്ഞ മനസ്സിലാകത്തുള്ളൂ. ജ്ഞാനിയാണെങ്കിൽ നിനക്ക് ജഗത്തില്ല, പിന്നെ നീ ഏത് ജീവനെ രക്ഷിക്കാൻ വരും? കാരണം ജീവൻ എന്നുള്ളത് ജഗത്തിന്റെ അന്തർഗതമാണ്. നീ അജ്ഞാനിയാണെങ്കിൽ നീ എന്തുണ്ടാക്കാൻ അങ്ങോട്ട് ഇറങ്ങുന്നത്? ഇപ്പോ ശരിക്ക് അജ്ഞാനിക്ക് ആരെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. ജ്ഞാനിക്ക് തന്നെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം ഒരു ജീവന്റെ പ്രാരബ്ധാനുസാരം മാത്രമാണ് അവന് ഉപദേശം കിട്ടത്തുള്ളൂ. അല്ലാതെ ഞാനങ്ങ് ശരിയായിക്കാളെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ജ്ഞാനിയെ കൊണ്ട് നടക്കത്തില്ല ഈ ലോകത്തൊന്നും. ഇപ്പം ഇവിടെ കിട്ടിയോ? അപ്പൊ ജഗത്തുണ്ടോ ഇല്ലയോ? ഇല്ല. ആർക്ക്? ആർക്കുമില്ല. ആർക്കുമില്ല. കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. ഇല്ലാഞ്ഞിട്ടും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അറിയാൻ പറ്റുമെന്ന് അർത്ഥട്ടോ. ठीक है, ഏത് അസത് ഭാസമാനം ഇല്ലാഞ്ഞിട്ടും നമ്മൾക്ക് ഭാസിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മിഥ്യ എന്ന് പറയും. ഏത് അസത് ഭാസമാനം തൻ മിഥ്യ. അപ്പൊ അസത്ത് ഭാസമാനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇല്ലാഞ്ഞിട്ടും ഭാസിക്കുന്നതെന്നാ. വസ്തു ഇല്ല എന്നുള്ളതാണ് നിങ്ങളുടെ സിദ്ധാന്തം. നിങ്ങൾ എത്ര വട്ടം കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ തലയിൽ എന്തുകൊണ്ട് കയറിയില്ല ഇത്രയും കാലമായിട്ട്? നിങ്ങൾ ചിന്തിക്കുന്നത് വേറൊരു ഞങ്ങളൊക്കെ ഓക്കെ. ठीक है, ഞങ്ങൾക്ക് ഇതിന്റെ മുന്നേ ഉപദേശം കിട്ടിയിട്ടുണ്ട്. ആ മന്ത്രം ചൊല്ലി 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 ഞങ്ങൾ അന്ധകരണം അങ്ങനെ റെഡിയാക്കി ഒരു നടപടിയാകത്തില്ല. ഈ സാധനമൊക്കെ തലേ കയറ്റിയിട്ട് ഇതെന്തിനാണെന്നോ? ബ്രഹ്മാകാര വൃത്തിയിൽ എത്തണമെങ്കിൽ അതായത് ബ്രഹ്മാകാര പരോക്ഷ അനുസന്ധാനമായിരിക്കുന്നേ നിധിധ്യാസനം ചെയ്യണമെങ്കിൽ നിധിധ്യാസനത്തിന് അനുകൂലമായിട്ട് വസ്തുബോധം ഉണ്ടാവണ്ടേ? നിങ്ങൾ ബാക്കിയെല്ലാവരും ഇരിക്കും ഞാനും ഇരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടാണോ ബ്രഹ്മത്തെ മനസ്സിലാക്കുന്നത്? ഇവിടെ ഒന്നും ഇരിക്കത്തില്ല എന്നും കേവലം, അതായത് ചിന്തിക്കുന്ന ഞാൻ പോലും അവിടെ ഇരിക്കത്തില്ല എന്നുള്ള റേഞ്ചിൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇത് എത്ര ടൈം എടുക്കുന്ന കരുതി നിങ്ങൾ? ബേസിക്കേ ഇല്ലെങ്കിൽ പിന്നെ എവിടെ കിടന്ന് നെജത്തടിക്കാനാ? അപ്പോൾ സകലത്തിനെ നിഷേധിക്കുന്ന നേരം ഈ ചിന്തിക്കുന്നവനെ പോലും നിഷേധിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കുന്നവന്റെ കേവല സ്വരൂപം മാത്രം അവശേഷിക്കും എന്ന് ചിന്തിക്കുന്നവൻ ചിന്തിക്കും എന്ന് പറഞ്ഞപ്പം പറഞ്ഞത്. ചിന്തിക്കുന്നവന്റെ കേവല സ്വരൂപം അവശേഷിക്കും എന്ന് എന്നെ മുന്നത്തൊന്നും പറഞ്ഞില്ല. ഇത് മുതലേ ഓർമ്മ. അതായത് ചിന്തിക്കുന്ന ഒരുത്തനുണ്ട് ഇവിടെ. ഞാൻ എന്ന് നിധിധ്യാസനം ചെയ്യാനായിട്ട് ചിന്തിക്കുന്നവനുണ്ട്. ഇവൻ പോലും കൽപ്പിതമാണ് എന്ന് ചിന്തിച്ചൊടുക്കിയിട്ട് ഇവന്റെ കേവല സ്വരൂപം ഒന്നുണ്ട്. ആ കേവല സ്വരൂപത്തെ കുറിച്ച് ചിന്തിക്കണം. ആ ചിന്തിക്കുന്ന സമയത്ത് ഈ ചിന്തിക്കുന്നവൻ എവിടെയുണ്ട്? പക്ഷെ ചിന്തിക്കുന്നവൻ ഞാൻ ചിന്തിക്കുന്നവനാണ് എന്നല്ല ചിന്തിക്കുന്നത്. എന്നിൽ ചിന്തകൾ പോലും ഇല്ലാത്ത ഞാൻ കേവല സ്വരൂപനാണ് എന്നുള്ള ചിന്തയാണ് വരുന്നത്. കാരണം പ്രമാതാവനാണ് ഞാൻ ഉണ്ടാകുന്നത്. ഞാൻ ഉണ്ടാകുന്ന സമയത്ത് പ്രമാതാവ് മാനിക്കുന്നത് ഞാൻ പ്രമാതാവ് എന്നല്ല, ഞാൻ ബ്രഹ്മസ്വരൂപമാണെന്നാണ്. ഞാനായിരിക്കുന്ന ബ്രഹ്മസ്വരൂപത്തിൽ ഞാനായിരിക്കുന്ന പ്രമാതാവ് പോലും ഇല്ല എന്നുള്ള തിരിച്ചറിവിലാണ് ഇവന്റെ ഞാൻ എത്തിച്ചേരേണ്ടത്. എന്തെങ്കിലും ആൾതാമസം ഇന്നത്തെ ക്ലാസ്സേ നിങ്ങളുടെ ഒരു ഏരിയ മൊത്തം കയറിയിട്ടുണ്ട്. ठीक है, ഇത് പലവട്ടം തയ്യാറായാൽ
വേദാന്തത്തിന്റെ ഏകദേശം ചുറ്റുവട്ടം നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ടിക്ക് ഒന്നുകൂടി നോക്കിയോ. തേഷാഞ്ച കർമ്മണാം ഫലം. ഇനി കർമ്മത്തിന്റെ ഫലം അവതരിപ്പിക്കുകയാണ്. ഭാഷ്യം കണ്ടോ. തഥാച തത് ഫലം, അതായത് ആ തഥാചേതി എന്നുള്ളതിന് ടിപ്പണി കണ്ടോ. കർമ്മണാം അജ്ഞകാമി കർത്തൃകാണാം, അജ്ഞനായിരിക്കുന്ന കാമി ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം എന്താ. സപ്ത അന്ന സർഗ എന്ന് പറയുന്ന സൃഷ്ടി എന്നർത്ഥം. 7 അന്നങ്ങളുടെ സൃഷ്ടിയും. അത്രയും മാത്രമല്ല, തേഷു എന്ന് പറഞ്ഞ അവയിൽ എന്ന് പറഞ്ഞ ആ അന്നങ്ങളിൽ ആത്മഭാവേന ആത്മസ്വരൂപാവസ്ഥാനം, ആത്മഭാവേന അവസ്ഥാനം. ഈ പറയപ്പെട്ടിരിക്കുന്ന പല അന്നങ്ങളിലും ഞാനെന്നും എന്റേത് എന്നും എന്നുള്ള അഭിമാനത്തോടുകൂടി ആത്മസ്വരൂപത്തിൽ ഇരിക്കും. അതെന്തുകൊണ്ടാ. വാസ്തവത്തിൽ ഇവൻ കേവല ആത്മാവാണെങ്കിലും അവന്റെ താദാത്മ്യ അധ്യാസം അന്ധക്കരണാദികളിൽ നടക്കുന്നത് കൊണ്ട് മനപ്രാണ വാക്കുകളായിരിക്കുന്നേ എന്ന് പറഞ്ഞ അന്ധക്കരണം, വാക്ക്, മനസ്സ്, ഇവയിലൊക്കെ അവന് അഹം എന്നുള്ള അഭിമാനം വരുന്നുണ്ട്. അവന്റെ മറ്റു വസ്തുക്കളിൽ എന്റെ എന്നുള്ള അഭിമാനം വരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്നും എന്റേതും എന്നുള്ള അഭിമാനം എവിടെയാ വരുന്നത്. സപ്താന്നങ്ങളിൽ. ഈ സപ്താന്നം എവിടെ നിന്നുണ്ടായതാ. ഓരോരോ ജീവൻ ചെയ്തുണ്ടാക്കിയതാണ്. ഓരോരോ അതായത് ഒരു ലോകം എന്നുള്ള ഫലം ഉണ്ടാവുന്നത് കർമ്മം, ഉപാസന, പൂർവ്വപ്രജ്ഞ, ഇത് 3 വെച്ചിട്ടാണ് ഉണ്ടാവുന്നത്. എന്ന് പറഞ്ഞാൽ അവന്റെ വാസന, അവന്റെ കർമ്മം, അവന്റെ ജ്ഞാനം. ടീക്കേ. സ്വന്തം കർമ്മം, ഉപാസന, ജ്ഞാനം, വാസന, ഇതൊക്കെ ചേർന്നിട്ടാണ് അവൻ അടുത്ത ജന്മം കിട്ടുന്നത്. അതായത് ഒരു ജീവന്റെ വാസന, കർമ്മ, ഉപാസനയെ ആശ്രയിച്ചും കൊണ്ട് ഈശ്വരൻ ജഗത്തിന്റെ സൃഷ്ടി നടത്തുമ്പോൾ ഓരോരോ ജന്മത്തിലും അവൻ നേരിടുന്ന എല്ലാ കാര്യങ്ങളും അവൻ പൂർവ്വത്തിൽ ഉണ്ടാക്കി വെച്ചതാണ്. അതില് സപ്താന്നങ്ങളിൽ അവന് അഹമെന്നും ഞാനെന്നും എന്റേതും എന്നുള്ള അഭിമാനമുണ്ട്. ഇത് അജ്ഞാനിയായിരിക്കുന്ന കർമ്മി ഉണ്ടാക്കി വെക്കുന്ന ഫലങ്ങളിൽ അവന് അഹമെന്നും മമ എന്നും എന്റേതെന്നും ജ്ഞാനമെന്നും എന്നുള്ള ഭാവനയോടുകൂടി അടുത്ത ജന്മം അവന് പ്രാപിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അജ്ഞകാമി കർമ്മത്തിന്റെ ഫലമായിട്ട് മാറുന്നത്. ജ്ഞാനിയുടെ കർമ്മത്തിന്റെ ഫലം എന്താ. ആ കർമ്മത്തിന് ഫലമില്ല. ജ്ഞാനിയുടെ കർമ്മത്തിന്റെ പേരെന്താ. ആഗാമി. ടീക്കേ. ആഗാമി കർമ്മം. ബാക്കി ഏതൊക്കെ കർമ്മമുണ്ട്. സഞ്ചിതം, പ്രാരബ്ധം. പ്രാരാബ്ധം എന്നാണോ പ്രാരബ്ധം എന്നാണോ. പ്രാരബ്ധം. രാഖി ദീർഘമില്ല കേട്ടോ. മലയാളികൾ ഇതിനൊരു രാഖി വെച്ചിട്ട് ഒരു രാഗു എക്സ്ട്രാ പ്രാരാബ്ധമല്ല, പ്രാരബ്ധം. പ്രകർഷേണ ആരബ്ധം പ്രാരബ്ധം. ഇനി ഇത്രയും ഭാഗത്തിന് നമ്മൾ ഡീറ്റെയിൽ പറയാണ് ടീക്കയില്. ഏകം സാധാരണമന്നം യതിതം അദ്യതേ. 7 അന്നങ്ങളിൽ ഒന്ന് സാധാരണമായിരിക്കുന്ന അന്നമാണെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കഴിക്കുന്നേ. ടീക്കേ. പുട്ടും കടലയായിരിക്കുന്ന അന്നത്തെയാണ് നമ്മൾ സാധാരണ അന്നം എന്ന് പറയുന്നത്. ദ്വേ ദേവാനാം. ദേവതകൾക്കായിട്ട് 2 അന്നമുണ്ട്. ഏതൊക്കെയാ. ഹുതപ്രഹൃതേ എന്നോ അല്ലെങ്കിൽ അതിനെന്ത് പറയാം, ദർശപൂർണമാസൗവ, ഇങ്ങനെ തന്നെയാണ് ബൃഹദാരണ്യകത്തിലും പറയുന്നത്. ഒന്നുകിൽ അതിനെ ഹുതമെന്നോ പ്രഹൃതമെന്നോ പറയുക, അല്ലെങ്കിൽ ദർശപൂർണമാസം എന്ന് പറയുക. ഇതെന്താണ് ഹുതപ്രഹൃതങ്ങൾ. ടിപ്പണി 22 നോക്കിയേ. ഹുതം അഗ്നോ ഹവനം. അഗ്നിയിലേക്കുള്ള ഹവനത്തെയാണ് ഹുതം എന്ന് പറഞ്ഞത്. പ്രഹൃതം എന്താ. ഹുത്വ ബലിഹരണം. ഹവനം നടത്തിയിട്ട് അതിന്റെ മണ്ഡം എടുത്തു വെക്കുന്നില്ലേ, പിന്നെ അതിനെ ഉപയോഗിക്കത്തില്ലേ. അപ്പൊ 2 ഘട്ടമായിട്ട് വരുന്നുണ്ട്. ഇത് രണ്ടിനെ എടുത്തിട്ടാണ് ഹുതം പ്രഹൃതം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് പറയാം, ദർശപൂർണമാസം എന്ന് പറയാം. അപ്പൊ നിശ്ചയമുണ്ടോ. രണ്ടാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. കാരണം ഇത് രണ്ടും ആർക്ക് വേണ്ടിയാ. ദേവതകൾക്ക് വേണ്ടിയായത് കൊണ്ടാണ്. ദേവാന ഹുതപ്രഹൃതേ. 2 1 3 കഴിഞ്ഞ് ഇനി എത്ര ഉണ്ടാവും. 4 ത്രീണി അസ്യ ഭോഗസാധനാനി. ഈ യജമാനന്റെ ഭോഗത്തിന് വേണ്ടിയുള്ള സാധനമാണ് 3. ഓക്കെ. ഭോഗ ആശ്രയം ഏതാ. ശരീരം. ഭോഗ സാധനം എന്തൊക്കെയാ. മനോ പ്രാണോ വാക്ക്. ഇതാണ് പറയുന്നത്. മനോ വാക്ക് പ്രാണലക്ഷണാണ്. ലക്ഷണം എന്ന് പറഞ്ഞ സ്വരൂപം. അപ്പോൾ ഭോഗസാധനമായിരിക്കുന്ന മനസ്സ്, ഭോഗസാധനമായിരിക്കുന്ന വാക്ക്, ഭോഗസാധനമായിരിക്കുന്ന പ്രാണൻ, ഇവ 3 അടുത്ത അന്നങ്ങൾ. അപ്പോൾ അന്നത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്, അല്ലാതെ ഭോഗ വിഷയങ്ങളല്ല. മുമ്പുള്ളതൊക്കെ ഭോഗ വിഷയങ്ങളാണ്. ഇപ്പം ഭോഗസാധനത്തെ പോലും നമ്മൾ അന്നം എന്ന് പറഞ്ഞ് ഇനി 6 കഴിഞ്ഞു. 3 3 6. അവസാനം ഏതാ. പശ്വർത്ഥം ഏകം തത് പയഹ. പശുക്കൾക്ക് വേണ്ടി ഒരു അന്നമുണ്ട്, അതാണ് പയഹ. പയസി പയാൻസി എന്ന് വരും രൂപം. അതുകൊണ്ടാണ് ഏകം. ഓക്കെ. പശുക്കൾക്ക് വേണ്ടി പാലും. മൊത്തം 7 ഇതി സപ്ത അന്ന സർഗോ ദർശിത. ഇപ്രകാരം 7 അന്നങ്ങളുടെ സർഗം. സർഗം എന്ന് പറയുന്ന അർത്ഥം സൃഷ്ടി. സർഗം സ്വർഗമല്ല കേട്ടോ. സർഗം സൃഗതൗ സർഗ
ദർശിത എവിടെ ശ്രുതിയാൽ ദർശിത. എവിടെയാണിത്? ഇതിന് ചെറിയ ഭാഗം എടുത്ത് കാണിക്കുന്നത് യസ് സപ്ത അന്നാനി മേധയ തപസ ജനയർ പിത ഇത്യാദിന. ഇത് ബൃഹദാരണ്യകത്തിന്റെ മന്ത്രഭാഗമാണ് കേട്ടോ. യത് സപ്ത അന്നാനി, യാതൊരു 7 അന്നങ്ങളുണ്ടോ, പിതാ ജനയത്, പിതാവ് ജനിപ്പിച്ചു. ഇവിടെ പിതാന്ന് കേൾക്കുന്നേരം നമ്മൾ പെട്ടെന്ന് കരുതും ജഗത്തിന്റെ പിതാവായിരിക്കുന്ന ഹിരണ്യഗർഭനാണ്. അല്ല, പിന്നെ ആരാ? നമ്മളൊക്കെ തന്നെയാണ് പിതാവ്. നമ്മളുടെയൊക്കെ കർമ്മവും നമ്മളുടെയൊക്കെ വിചാരവും നമ്മളുടെ ജ്ഞാനവും നമ്മളുടെ ഉപാസനയും എല്ലാം കാരണമായിട്ടാണ് ഈ ജഗത്ത് നിലനിൽക്കുന്നത്. അന്നപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഓക്കെ, നിങ്ങൾ ഏത് വീട്ടിൽ നിൽക്കുന്നുവോ, ഏത് സ്ഥലത്ത്, ഏത് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നുവോ, അതിനൊക്കെ കാരണം നിങ്ങൾ തന്നെയാകുന്നു. ഒരു കാര്യം ഉത്പന്നമാകുമ്പോൾ എത്രയോ പേരുടെ പ്രാരബ്ധം അവിടെ വർക്കൗട്ട് ആവുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ ആരും എവിടെ എത്തിച്ചേർത്തില്ല. മേധയാ തപസ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഒന്ന് തപസ്, ഒന്ന് മേധ. എന്താണിത് മേധ, എന്താണ് തപസ് എന്നുള്ളത് ടിപ്പണി നോക്ക്. 11-ാം നമ്പർ ടിപ്പണിയാണ്. മേധയാ, മേധ എന്ന് പറഞ്ഞാൽ ജ്ഞാനം. ജ്ഞാനം എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? വിഹിത പ്രതിഷിദ്ധ ഉപാസന അത്ര മേധ. വിഹിതമായിരിക്കുന്ന അഥവാ പ്രതിഷിദ്ധമായിരിക്കുന്ന ഉപാസന. ഇവിടെ കൂടുതൽ ഡീറ്റെയിൽ ഇല്ല. ശരിക്കും മേധ എന്നുള്ളത് ഉപാസനയും നമ്മുടെ ജ്ഞാനവും എല്ലാം എടുത്തോളൂ. അത് വിഹിതവും ആവാം പ്രതിഷിദ്ധവും ആവാം. വേദവിഹിതങ്ങളായിരിക്കുന്ന ഉപാസനാദികളും അതേപോലെ ജ്ഞാനവും, അതേപോലെ വേദത്തിൽ നിഷിദ്ധങ്ങളായിരിക്കുന്ന നഗ്ന സ്ത്രീ ദർശനാദികളായിരിക്കുന്ന പ്രതിഷിദ്ധ കാര്യങ്ങളും, ഇവയെ രണ്ടിനെ എടുത്തോളം വിഹിത പ്രതിഷിദ്ധം ജ്ഞാനത്താല്. പിന്നെന്താ അവശിഷ്ടം? കർമ്മതു തഥാഭൂതമത്ര തപഃ. കർമ്മ ആണ് ഇവിടുത്തെ തപശബ്ദം കൊണ്ടെടുത്തത്. അപ്പൊ കർമ്മവും പിന്നെന്തായി? ജീവന്റെ ജ്ഞാനവും. ഇത് രണ്ടുമാണ് ജഗത്തിനെ സൃഷ്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ കൂടെ ആരുണ്ടാവും? വാസന ഉണ്ടാവും. ഇവിടെ അത് എടുത്തിട്ടില്ലെന്ന് മാത്രം. ഓക്കെ, തം വിദ്യാകർമ്മണി സമന്വാരഭേദേ പൂർവ്വപ്രജ്ഞാച്ച എന്ന് വേറെയും കാണാം. അടുത്ത ജന്മം എടുക്കുന്ന സമയത്ത് അവനിലെ കൂടെ വിദ്യാകർമ്മണി, വിദ്യ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉപാസനാജ്ഞാനം രണ്ടും വരും. കർമ്മം, പിന്നെ പൂർവ്വപ്രജ്ഞ ഉദ്ദേശിച്ചത് വാസന. ഇത്യാദിന മന്ത്രേണ എന്ന് അന്വയിച്ചോള. ഇനിയും ഭാഷ്യം മുന്നേറാണ്. അത്ര ഏകേകോ യജമാനഃ ഏവ വിഹിത പ്രതിഷിദ്ധ ജ്ഞാന കർമ്മ അനുഷ്ഠാനാത് സർവസ്യ സംസാരസ്യ സാക്ഷാത് പരമ്പരാഭ്യാം ജനകത്വാത് പിത ഉച്യതേ. അത്ര എന്ന് പറഞ്ഞാൽ ഈ ഒരു വാക്യത്തില് പിതാ എന്നുള്ള ശബ്ദത്താൽ ആര് പറയപ്പെട്ടു എന്നുള്ളതാണ്. ആരാ പറയപ്പെട്ടത്? ഏകേകോ യജമാനഃ, ഓരോരോ യജമാനനും, എല്ലാ വ്യക്തികളും. യജമാനൻ മാത്രമല്ല, യജമാന്റെ പത്നിയും വരൂലേ? പത്നി എങ്ങോട്ടുണ്ടോ? ഇവിടെ യജമാനേ ഉള്ളൂ. ഒരു കർമ്മം ചെയ്യുന്നേരം പത്നിക്കും ഫലമുണ്ട്, യജമാനും ഫലമുണ്ട്, കർമ്മം ചെയ്യിക്കുന്ന പണ്ഡിറ്റിനും ഫലമുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ബൃഹദാരണ്യ വാർത്തികത്തിൽ കാണാം കൂടുതൽ. ഏവ വിഹിത പ്രതിഷിദ്ധ ജ്ഞാന കർമാനുഷ്ഠാനാത്. വിഹിതമായിരിക്കുന്ന ജ്ഞാനവും കർമ്മം, പ്രതിഷിദ്ധമായിരിക്കുന്ന ജ്ഞാനം കർമ്മം, ഇവയുടെ അനുഷ്ഠാനം വഴി സർവസ്യ സംസാരസ്യ, സകല സംസാരത്തിന്റെയും ജനകത്വാത്, സകല സംസാരത്തിന്റെയും ജനകനായി മാറുന്നുണ്ട്. എങ്ങനെ? സാക്ഷാത് പരമ്പരാഭ്യാംബ. ചിലപ്പോൾ നേരിട്ട്, അല്ലെങ്കിൽ പരമ്പരയാ. 16-ാം നമ്പർ ടിപ്പണി കാണു. സാക്ഷാത് പരമ്പരാഭ്യാം യഥാ പുത്രം പ്രതി സാക്ഷാത്. പൗത്രം പ്രതി പാരമ്പര്യമാണ്. അങ്ങനെ മനസ്സിലാക്കിയോ? പുത്രനായിരിക്കുന്ന ജഗത്തിനെ സംബന്ധിച്ച് പിതാവ് സാക്ഷാത് കാരണവും പൗത്രനെ സംബന്ധിച്ച് പരമ്പരാ കാരണവും. അതേപോലെ തന്നെ സ്വന്തം നേരിട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ച് സാക്ഷാത് കാരണവും ചെയ്യിപ്പിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് പരമ്പരാ കാരണവുമായിട്ട് ആരിരിക്കും? എല്ലാ ജീവന്മാരും ഇരിക്കും. അതുകൊണ്ട് ഏകേകോ യജമാനഃ യജമാനസ്യ കാരണ ജനകത്വാത് യജമാന പിത ഉച്യതേ. ഓരോരോ യജമാനനും ജഗത്തിന്റെ ജനകനായതുകൊണ്ട് യജമാനെയാണ് നമ്മൾ ഇവിടെ ഈ മന്ത്രത്തിൽ പിത എന്ന് പറയുന്നത്. അല്ലാതെ ആരല്ല? ഹിരണ്യഗർഭനോ പ്രജാപതിയോ ഒന്നല്ല ഇവിടുത്തെ പിത. തേഷുച സൃഷ്ടേഷു അന്വേഷു. ഈ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന 7 അന്നങ്ങളിൽ എന്ത് ചെയ്യൂ നീ? ഈ യജമാനൻ തസ്യ പിതുരഹം മമ ഇതം, തസ്യ പിതുരഹം തസ്യ പിതു അഹമിതം മമ ഇതം ഇത്യാദി ആത്മത്വാധ്യാസേന തസ്യ പിതുരഹം, ഇവയുടെയൊക്കെ ജനകൻ ഞാനാകുന്നു. അതേപോലെ ഇതം മമ, ഇതെല്ലാം എന്റേതാകുന്നു. വേറെ ഒന്നുകൂടി കൂടി ചേർക്കേണ്ടിയിരുന്നു. മനാദിഷു അഹം ബുദ്ധിശ്ച. മനപ്രാണ വാക്കുകളിൽ അഹം എന്നുള്ള ബുദ്ധിയില്ലേ നമുക്ക്? ഞാൻ കണ്ടു, കണ്ണുകൊണ്ട് കണ്ടപ്പോൾ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു, വാഗേന്ദ്രിയം കൊണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞു, മനസ്സുകൊണ്ട് അറിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. ഇവിടെ മനസ്സിലും വാക്കിലും പ്രാണനിലും ഒക്കെ ഞാൻ ജീവിച്ചിരിക്കുന്നു.
പ്രാണന വ്യാപാരമാണ്, പ്രാണ ജീവധാരണ എന്ന. ആ പ്രാണൻ വ്യാപാരം നടത്തുമ്പോൾ ഞാൻ വ്യാപാരം നടത്തുന്നു എന്നാണ് അഭിമാനിക്കുന്നത്. അതെന്തുകൊണ്ടാ? പ്രാണനുമായിട്ട് താതാത്മ്യ വ്യത്യാസം ഉള്ളത് കൊണ്ട്. ഈ ഭാഗം ഇവിടെ ഇല്ല കേട്ടോ, ഞാൻ എക്സ്ട്രാ ഇട്ടതാണ്. അതുകൊണ്ട് എന്ത് പറ്റി? ഈ മനസ്സിലും വാക്കിലും പ്രാണനിലും ഈ ജീവന് താതാത്മ്യ വ്യത്യാസം നേരിടുന്നുണ്ട്. തന്നാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ജഗത്തില്, തന്റെ കർമ്മത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ജഗത്തില് താനെന്ന് അഭിമാനിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ജീവൻ. ഇത് ആർക്കേ സംഭവിക്കത്തുള്ളൂ? കാമിക്ക് മാത്രമേ സംഭവിക്കത്തുള്ളൂ, ജ്ഞാനിക്ക് സംഭവിക്കത്തില്ല. ഇങ്ങനെ കർമ്മത്തെയും ജ്ഞാനത്തെയും അതിന്റെ അധികാരികളെയും ഭിന്ന ഭിന്നമായിട്ട് ഉപനിഷത്തുകളിൽ കാണിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രസംഗം ഇവിടെ. ഇത്യാദി ആത്മത്വ അധ്യാസേന, എന്റേത് ഞാൻ എന്നിങ്ങനെയുള്ള ആത്മത്വത്തെ അധ്യാസം നടത്തിക്കൊണ്ട്, എവിടെ? മനാദിഷു ഇതരേഷു ച, മനാദി വസ്തുക്കളിൽ അഹം എന്നുള്ള അധ്യാസവും അന്നാദികളിൽ മമ എന്നുള്ള അധ്യാസവും. എന്റെ അന്നം, ഞാനാണ് ഇതൊക്കെ സമ്പാദിച്ചത്. ഇപ്രകാരം സംബന്ധാധ്യാസേന മമ എന്നും എന്റേതെന്നും ഞാനെന്നും എന്നുള്ള സംബന്ധത്തെ അധ്യസിച്ചും കൊണ്ട് ചിലയിടത്ത് താതാത്മ്യ അധ്യാസം, ചിലയിടത്ത് സംബന്ധാധ്യാസം. എന്നിട്ടോ അവസ്ഥാനം സംസാര പ്രസിദ്ധ, ഇങ്ങനെ ഒരു സംബന്ധത്തെ അധ്യസിച്ചും കൊണ്ടുള്ള ജീവൻ ഇതിന്റെ ഇരിപ്പ് എന്നുള്ള സംസാരം പ്രസിദ്ധമല്ലേ? ആണ്. ഇതാണ് ഇതിന്റെ ഫലം. കർമാനുഷ്ഠാനത്തിൽ ആരുടെ? അജ്ഞാനിയുടെ. അജ്ഞകാമി കർത്തൃകാണാം കർമ്മണാം. അജ്ഞനായിരിക്കുന്ന കാമി ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലങ്ങളെയാണ് ഇപ്പൊ എടുത്ത് കാണിച്ചത്. ഇനി ജ്ഞാനിയുടെ സ്ഥിതി എടുത്ത് കാണിക്കണം, അല്ലെ? രണ്ട് വിഭാഗം വേണ്ടേ? ഒരു കർമ്മകാണ്ഡവും ഒരു ജ്ഞാനകാണ്ഡവും. ഇനി ടിപ്പണി 1 കാണും. ഇത്രയും ഭാഗം കഴിഞ്ഞു. ടിപ്പണി 1 എന്താ നോക്ക്. കർമ്മനിഷ്ഠായ മന്ത്രേണ ബ്രാഹ്മണം സമ്പാദ്യ. ഈ ബ്രാഹ്മണം എന്ന് പറഞ്ഞ ബൃഹദാരണ ഭാഗത്തെ കർമ്മനിഷ്ഠയിൽ സംവാദം നടത്തിക്കൊണ്ട് ജ്ഞാനനിഷ്ഠായാം തേന തത്സംവാദേതി, തേന ബ്രാഹ്മണ ഭാഗേന ജ്ഞാനനിഷ്ഠായാം സംവാദേതി. ആ ജ്ഞാനനിഷ്ഠയെ കുറിച്ചുള്ള ഭാഗം ഏതിന്റെ? ബ്രാഹ്മണ ഭാഗത്തുള്ള ജ്ഞാനനിഷ്ഠയെ കുറിച്ചുള്ള ഭാഗത്തെ ഇനി അവതരിപ്പിക്കുകയാണ് നമ്മൾ. ഇനി ഭാഷ്യം കണ്ടോ. ഇതുവരെ എവിടെയായിരുന്നു അവന്റെ ശ്രദ്ധ? കർമ്മിക്ക് ജായാപുത്രാദികളിൽ, അല്ലേ? കാരണം കർമ്മസമ്പന്നമാവണമെങ്കിൽ ജായ, ഭാര്യ വേണം, പുത്രം വേണം, ധനം വേണം. ഇനി നേരിട്ട് തല തിരിച്ചിടുകയാണ്. ഇവയിലെ ഏഷ്ണ പരിത്യാഗം കൊണ്ട്. എവിടെയായിരുന്നു ഏഷ്ണകളൊക്കെ? ഏഷ്ണ, പുത്രേഷ്ണ. ഇവിടെ പുത്രനെ അങ്ങോട്ട് മാറ്റിവെച്ചു, പ്രസംഗത്തിനനുസരിച്ച് വരികയാണ്. ജായാദ്യേഷ്ണത്രയ സന്യാസേന. ഭാഷ്യം കണ്ടോ? കാരണം കർമ്മത്തിന് വേണ്ടിയിരുന്നത് ജായാദികളെയാ. അതുകൊണ്ടാണ് നെക്സ്റ്റ് ലെവൽ വെച്ചു കൊടുത്തത് ജായാദ്യേഷ്ണത്രയ സന്യാസേനാന്ന്. ജായ, ठीक है. टिप्पणी നോക്കിയേ, മുന്നോട്ടേക്ക് കുറച്ചുകൂടി ഭാഗം. അത്രാദി കിം പ്രജയാ കരിഷ്യാമ ഇത്യാദി വാക്യാനുരോധാത്. മുന്നോട്ടേക്കാണ് പ്രജകളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാണ്. ഈ വാക്യത്തെ അനുസരിച്ചിട്ട് പുത്രാദ്യേഷണ പുത്രേഷണ വിത്തേഷണ ലോകേഷണ ഇത്യേവം ഏഷണാത്രയം പ്രസിദ്ധം. ശരിയാണ്, ഇങ്ങനെയാണ് വേണ്ടത്. പുത്രേഷണ ലോകേഷണ വിത്തേഷണ എന്നുള്ള ഏഷണാത്രയമാണ് പ്രസിദ്ധം. തഥാപി എന്നിരുന്നാലും ജായ മേസ്യാദ് ഇത്യാദി കർമ്മനിഷ്ഠ വാക്യേ. പക്ഷെ നമ്മൾ ഇവിടുത്തെ വാക്യം എന്തായിരുന്നു? ജായ മേസ്യാദ് അത കർമ്മ കുർവീയാന്ന. ഈ വാക്യത്തില് ജായേഷണാന്തർഭവാത്, അവിടെ ജായേഷണയാണ് അന്തർഭവിച്ചത്. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ ജായാദ്യേഷണ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ എന്തായിരുന്നു വേണ്ടത്? പ്രസിദ്ധേഷണ പുത്രാദ്യേഷണയാണ്. ജായാദ്യേഷണ ഇത്യുക്തമിതി ധ്യേയം. മനസ്സിലായോ? എന്താ ചെറിയൊരു കാര്യത്തിന് അത്രയും ഡീറ്റെയിൽ കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കത്തില്ല. കാരണം ചോദ്യം വരും, ജായേഷണ എന്നല്ലല്ലോ വേണ്ടത്, പുത്രേഷണ എന്നല്ലേ? അവൻ പറയാണ് അത് പ്രശ്നമാക്കണ്ടെന്ന്. കാരണം ജായാമേസ്യാദ് എന്നുള്ള ഇച്ഛയാണ് മുമ്പ് കാണിച്ചത്. അതിന്റെ വിപരീതം കാണിക്കേണ്ടത് കൊണ്ട് ജായാദ്യേഷണ അത്രേ സന്യാസം എന്ന് പറയും. ठीक है. അപ്പം വേണേ ഒന്നൊക്കെ മാറ്റാം. പുത്രേഷണ വിത്തേഷണ ലോകേഷണ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഏഷണാത്രയങ്ങളെ പരിത്യാഗം നടത്തിക്കൊണ്ട്. ആരാ പരിത്യാഗം നടത്തുക? ആ ആശ്രമത്തിൽ ഇല്ലാത്തവൻ. ഏത് ആശ്രമത്തിൽ ഇല്ലാത്തവൻ? നിങ്ങളുടെ ആശ്രമത്തിലോ എന്റെ ആശ്രമത്തിലോ? ഗൃഹസ്ഥാശ്രമത്തിൽ ഇല്ലാത്തവൻ എന്നേ അർത്ഥമുള്ളൂ. ठीक है. ആശ്രമം ഭേദമുണ്ട് ഇവിടെ. ജായാദി ഏഷണാത്രയ സന്യാസേന എന്ന് പറഞ്ഞാൽ പുത്രാദി ഏഷണാത്രയങ്ങളെ സന്യസിച്ചും കൊണ്ട് എന്നതിന് പകരമായിട്ട് ജായാദി ഏഷണാത്രയ സന്യാസം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യണം? സന്യാസേന ച ആത്മവിദാം കർമ്മനിഷ്ഠ പ്രാതികൂല്യേന ആത്മസ്വരൂപ നിഷ്ഠയവ ദർശിത. ആത്മജ്ഞാനിയെ സംബന്ധിച്ച് ഏഷണാത്രയങ്ങളെ സന്യസിച്ചു കൊണ്ട് കർമ്മനിഷ്ഠയുടെ വിപരീതമായിക്കൊണ്ട്, കർമ്മനിഷ്ഠ പ്രാതികൂല്യേന, കർമ്മനിഷ്ഠയുടെ പ്രതികൂലത എവിടെ വരും? ടിപ്പണി 2 കാണു. കർമ്മനിഷ്ഠ പ്രാതികൂല്യനിധി, കർമ്മനിഷ്ഠാത പ്രതികൂലത വിപരീത എന്ന് മനസ്സിലായിക്കോളും. കർമ്മനിഷ്ഠയ്ക്ക് നിന്നും വിപരീതമായിക്കൊണ്ട്, കർമ്മനിഷ്ഠയിൽ നിന്നും വിപരീതമായിരിക്കുന്ന നിഷ്ഠ ഏതായിരിക്കും? ആത്മജ്ഞാനനിഷ്ഠ. ഇതാണ് പറഞ്ഞത് ആത്മസ്വരൂപനിഷ്ഠ ഇവ ദർശിത.
ആത്മസ്വരൂപിലെ നിഷ്ഠയാണ് കാണിക്കപ്പെട്ടിരിക്കുന്നത്. ആർക്ക് വേണ്ടിയാ? ആത്മവിത്തുക്കൾക്ക്. അപ്പൊ രണ്ടുവിധം ആൾക്കാരാണ്. ഇവിടെ ഇപ്പൊ മുഖ്യജ്ഞാനിയായിട്ടോ കാര്യം. ഈശാവാസ്യത്തില് മുഖ്യജ്ഞാനി അല്ലായിരുന്നു, ശാസ്ത്രജ്ഞാനിയായിരിക്കും സന്യാസിയായിരുന്നു. ഇവിടെ സന്യാസി മുഖ്യജ്ഞാനിയായി മാറി. ചെറിയ വ്യത്യാസമുണ്ട് അക്കാര്യത്തിൽ. കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരുന്ന കാര്യമാണ് താൻ. ഇതിനെ കാണിക്കാൻ ഇനി കിം പ്രജയാ കരിഷ്യാമോ, പ്രജയാൽ എന്തു ചെയ്യാനാണ്? പ്രജ കൊണ്ട് കിട്ടുന്നത് എന്താണ്? അയം ലോക. ബ്രഹ്മലോകം പ്രാപിച്ചവന് പിന്നെ ഈ ലോകത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അവന്റെ ശിഷ്യന്മാരെ രക്ഷിക്കണ്ടേ? ഗുരു ഇറങ്ങി വന്നിരിക്കുന്നല്ലേ, അപരാധമല്ലേ ചെയ്തിരിക്കുന്നത്? പറയത്തില്ലേ അപരാധം എന്നല്ലേ, എന്താ അവതാരം എന്ന് പറയും അല്ലെ? അവതാരങ്ങൾ വന്നിരിക്കുകയാണ്. എന്റെ ഗുരു ഒരു അവതാരമാണ്. നമ്മൾ പറയാറുണ്ട് നീ ഒരു അവതാരമാണോ അവനെ? ആ അർത്ഥത്തിലാണോ അറിയത്തില്ല. ഇതാണ് ശിഷ്യന്മാർക്ക് ഗുരു അവതാരമായിരിക്കും. എന്നിട്ട് അങ്ങോട്ട് പബ്ലിസിറ്റി തുടങ്ങും. എന്റെ ഗുരു ഉണ്ടല്ലോ, ഇതാ അമ്മേ. പണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാറില്ലേ, അങ്ങേര് വെള്ളത്തിന്റെ പൊക്കത്ത് നടന്നിരുന്നു. അപ്പൊ മണി പറയാറുണ്ട് എന്റെ അച്ഛൻ 24 hours വെള്ളത്തിന്റെ പൊക്കത്ത് നടന്നിരുന്നു. അതേപോലെ ഗുരുക്കന്മാരുടെ കാര്യത്തില് ഇവരെല്ലാവരും ഭയങ്കര സിദ്ധന്മാരായിരിക്കും. ശിഷ്യന്മാർ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. ഒരു രക്ഷയില്ലാത്തൊരു ഫീൽഡാണ്. നമുക്ക് ചില സ്ഥലത്ത് പറയാറുണ്ടല്ല, ഈ ഓടാൻ തോന്നും. സംസ്കൃതത്തിൽ ഏതോ ഒരു കാവ്യത്തിൽ പറയുന്നുണ്ട്, ആളെ അറിയാതിരുന്നാൽ ചിലപ്പോൾ അപമാനിക്കപ്പെടുന്നുള്ളത്. നമ്മുടെ നാക്കിന്റെ ചൂട് അറിയാത്തത് കൊണ്ട് പല ശിഷ്യന്മാരും നമ്മൾക്ക് ഗുരുവിന്റെ മഹിമ പറയാൻ തുടങ്ങും. ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റാതാകുമ്പോൾ നമ്മുടെ ഇവിടെ ഇരുന്ന് കൊടുക്കും. അല്ലെങ്കിൽ അവൻ എന്റെ നാക്കിന്റെ ചൂടറിയും. അതോടുകൂടി സംഭവം വെട്ടിമടക്കി വെച്ച് പോകും. അറിയാതിരിക്കാൻ പറ്റത്തില്ല, എന്ത് ചെയ്യാനാ? എന്നാൽ കുറച്ചെങ്കിലും ഉടുപ്പ് വരും വേണ്ട. ഇങ്ങനെ അല്ല എന്ന് കാര്യം അറിയാം, കക്ഷിക്കും അറിയാം, പറയുന്ന ശിഷ്യനും അറിയാം, ഗുരുവിനും അറിയാം. പക്ഷെ ഗുരു പ്രോത്സാഹിപ്പിക്കും ശിഷ്യനെയും ശിഷ്യത്തെയും, പറ മക്കളെ എന്തെങ്കിലുമൊക്കെ പറ. ശിഷ്യനും ശിഷ്യത്തെയും നടക്കുന്നത് തന്നെ ഗുരുവിന്റെ പേരിൽ ജീവിക്കാനും. പരസ്പരം ഭാവയന്ത ശ്രേയപരം അവ്യാപ്സത എന്ന് പറയത്തില്ലേ, അതിവിടെ അന്വയിക്കുക. പരസ്പരം ഭാവയന്ത ശരിക്കത് ദേവതാ കാര്യങ്ങൾ ജീവനും ചെയ്തു കൊടുക്കുന്നു, ജീവന് വേണ്ടിയുള്ള കാര്യങ്ങൾ ദേവതയും ചെയ്തു കൊടുക്കുന്നു കേട്ടോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ശിഷ്യന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഗുരുവും ചെയ്തു കൊടുക്കുന്നു, ഗുരുവിന്റെ വേണ്ടിയുള്ളത് ശിഷ്യനും ചെയ്തു കൊടുക്കുന്നു. അങ്ങനെയെല്ലാം കൂടി നാട്ടുകാർ പൊട്ടന്മാരാക്കാൻ അടർന്നു കൂടി ഇറങ്ങും. ഇത് സോക്കാൾഡ് ഗുരുക്കന്മാരെ കുറിച്ചാണ്, അല്ലാതെ ശ്രുതിപ്രതിപാദിതമായിരിക്കുന്ന ഗുരുക്കന്മാരെ കുറിച്ചല്ല. അതും അനേക ജീവവാദത്തെ മുൻനിർത്തി പറയുമ്പോൾ. ഏകജീവവാദത്തെ മുൻനിർത്തി പറഞ്ഞാൽ ഒരു ഗുരുവിടെ അവശേഷിക്കത്തില്ല. ഏകജീവവാദത്തിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളെങ്ങനെ ഏകജീവം മാനിക്കുക? മുമ്പുള്ള വ്യാസനും വ്യാസന്റെ മോനൊക്കെയോ അന്നേരം പറയും എല്ലാം കൽപ്പന മാത്രമാണ്. അത് മനസ്സിലായോ? നമ്മൾ ആദ്യത്തെ അരമണിക്കൂർ പറഞ്ഞ കാര്യമായിട്ട് ബന്ധപ്പെടുത്തുന്നത്. ഏകജീവവാദത്തിൽ ഈശ്വരൻ പോലും കൽപ്പിതമാണ്, ഗുരുവും കൽപ്പിതമാണ്. പിന്നെ ഇവിടുന്ന് ഗുരു പച്ചയ്ക്ക് ഇറങ്ങി വരാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു ഏരിയ മനസ്സിലാവും. അതുകൊണ്ടാണ് ഏകജീവവാദം മനസ്സിലാവില്ല എന്ന് പറയാൻ കാരണം. നമ്മുടെ ആദ്യത്തെ അരമണിക്കൂർ സംസാരിച്ചത് മൊത്തം ഏകജീവവാദത്തിന്റെ പാറ്റേണില്ല. അതും ഉപനിഷത്തുകളിലൊക്കെ ഏകജീവവാദം വളരെ കുറച്ച് സംസാരിക്കത്തുള്ളൂ. അതാണ് കഷ്ടം തോന്നുന്നത്. ഇത് ഏറ്റവും നല്ല സ്റ്റഫാണ്, പക്ഷെ രുചിയില്ല ജനങ്ങൾക്ക് എന്നുള്ളത് കൊണ്ട് ശ്രുതി പോലും വളരെ കുറച്ചേ പറയത്തുള്ളൂ. എന്നാലും നിങ്ങൾക്ക് ബൃഹദാരണ്യൊക്കെ ഓടുന്ന സമയത്ത് ടിപ്പണിക്കാരനെ എടുത്ത് പറയും, നോക്കിക്കോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ശൈലി ഏകജീവവാദ ശൈലിയാണ്. അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ ഇതായിരുന്നു സാധനങ്ങൾ. കിം പ്രജയാകർഷ്യാമോ, പ്രജകളെ കൊണ്ട് എന്ത് കിട്ടാനാണ്? പ്രജ മാത്രമല്ല കേട്ടോ, ബാക്കി 3 നടനം കൂടി എടുത്തോളണം. ടിപ്പണി 4 നോക്ക്. കിം പ്രജയതി പ്രജാപദം അത്ര വിത്ത ലോകയോരുപലക്ഷണം. വിത്തത്തെയും ലോകത്തെയും എടുത്തോളണം പ്രജാപദം കൊണ്ട്. യേഷാം നോയമാത്മ ഇത്യാദി ലിംഗാത്. മുന്നോട്ട് യേഷാം യാതൊരു നമ്മൾക്ക് അയം ലോക എന്ന് പറയുന്നുണ്ട്. അയം ലോകം എന്ന് ഉദ്ദേശിച്ചത് ആത്മലോകമാണ്. എന്ന് പറഞ്ഞാല് ഈ ഒരു ജ്ഞാനികളായിരിക്കുന്ന നമ്മൾക്ക് പുത്രനെ കൊണ്ടോ ലോകത്തെ കൊണ്ടോ ധനത്തെ കൊണ്ടോ എന്ത് ഫലം കിട്ടാനാണ്? ധനത്തെ കൊണ്ട് കിട്ടേണ്ടത് കർമ്മം, അതിൽ നിന്ന് കർമ്മസാധ്യമായിരിക്കുന്ന ലോകം. പിന്നെയുള്ളത് ലോകം, അതായത് സ്വർഗാദികളായിരിക്കുന്ന ലോകം. മൂന്നാമത്തത് ഈ ലോകത്തിലുള്ള ജയം. ഇതാണ് പുത്രനും വിത്തവും ലോകവുമായിട്ട് മാറുന്നത്. പക്ഷേ ജ്ഞാനി ആയതോടുകൂടി സ്വരൂപപ്രാപ്തി സംഭവിച്ചിരിക്കെ പിന്നെ പുത്രനാലും വിത്തത്താലും ലോകവുമായിട്ട് നമ്മൾക്ക് എന്ത് ബന്ധം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇച്ഛ ജ്ഞാനിക്കില്ല. കിം പ്രജയാകർഷ്യാമോ, പ്രജകളെ കൊണ്ട് എന്ത് നേടാനാണ്? യേഷാം നോ യാതൊരു നമ്മൾക്ക് അയം ലോക. അയം ലോക എന്നുള്ളതിന് ടിപ്പണി 5 കാണും. അയം ആത്മാ അയം ലോക. ഓക്കെ, നോയം ആത്മാ അയം ലോക എന്നല്ലേ. അയം നിത്യ സന്നിഹിത അശനായ ദതീത് ആത്മൈവ അയം ലോക പുരുഷാർത്ഥ ഇത്യർത്ഥ. നിത്യസന്നിഹിതം എന്ന് പറയാൻ കാരണം എന്താ? തന്റെ തന്നെ സ്വരൂപമാണ്, അത് ജീവസ്വരൂപമല്ല. അതുകൊണ്ട് എന്ത് വിശേഷണം കൊടുത്തു? അശനായാദി അതീതം. അശനായാദികളൊന്നുമില്ലാത്ത. അശന എന്ന് പറഞ്ഞാല് അശിതം ഇച്ഛ അശനായ,
കഴിക്കാനുള്ള ആഗ്രഹം, വിശപ്പ് എന്നർത്ഥം. വിശപ്പും ദാഹവും ഒന്നും ഇല്ലാത്ത, വിശപ്പും ദാഹമുള്ള ജീവൻ ഇല്ലേ? ഉണ്ട്. വിശപ്പും ദാഹവും ഇല്ലാത്ത ആർക്കാ? ജീവന്റെ ബിംബസ്വരൂപനായിരിക്കുന്ന പരമാത്മാവിന്. ആ പരമാത്മാവാണ് നമ്മൾ എന്നിരിക്കെ. ഓക്കെ, അയം ലോകഹന്നര പുരുഷാർത്ഥം എന്നാ. നമ്മളെ പുരുഷാർത്ഥം അശനായ അതീതമായിരിക്കുന്ന ബ്രഹ്മസ്വരൂപമാണെന്നിരിക്കെ ഞങ്ങൾക്ക് എന്തില്ല? പ്രജാതികളിൽ കാമനയില്ല. പ്രജാതികളെ കൊണ്ട് എന്ത് ചെയ്യാനാണ് എന്ന് പറയുന്നത് കൊണ്ട് എന്ത് മനസ്സിലാക്കാം? ഇത് കർമ്മത്തിന്റെ പ്രതികൂലമായിരിക്കുന്ന ജ്ഞാനനിഷ്ഠയിലെ ഇരിപ്പാണെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ ഇരിക്കുന്ന രണ്ട് കാര്യം ബൃഹദാരണ്യകത്തിലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ചിട്ടേക്ക് നോക്ക്. ഏവം മന്ത്രപ്രദർശിത നിഷ്ഠാദ്വയെ ബ്രാഹ്മണ സംബന്ധി ദർശയിത്വ. ഇപ്രകാരം മന്ത്രത്തിൽ കാണിച്ചിരിക്കുന്ന നിഷ്ഠാദ്വയം, മന്ത്രത്തിൽ കാണിച്ചതെന്ന് ഉദ്ദേശിച്ചത് മന്ത്രഭാഗമായിരിക്കുന്ന ഈശാവാസ്യത്തിൽ കാണിച്ചിരിക്കുന്ന നിഷ്ഠാദ്വയം, ഈ കാര്യത്തിൽ ആരുടെ സമ്മതിയുണ്ട്? ബൃഹദാരണ്യകത്തിന്റെ സമ്മതിയുണ്ട്. ബൃഹദാരണ്യകത്തിൽ സമാന കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് പറഞ്ഞു? ബ്രാഹ്മണ സമ്മതി. ബ്രാഹ്മണ സമ്മതി എന്ന് ഉദ്ദേശിച്ചത് ബ്രാഹ്മണന്മാരുടെ സമ്മതി എന്നല്ല, ബ്രാഹ്മണ ഭാഗമായിരിക്കുന്ന ബൃഹദാരണ്യകത്തിന്റെ സമാന അഭിപ്രായം. ഇതിനെ കാണിച്ചിട്ട് ദർശയിത്വ പ്രകരണ വിഭാഗം ദർശയതി. ഇനിയും ഈ ഉപനിഷത്തിൽ തന്നെ പ്രകരണ വിഭാഗം കാണിക്കുകയാണ്. ഇവിടുത്തെ 17-ാം നമ്പർ ടിപ്പണിയാണ് പ്രകരണം അത്രത്യം, അത്ര ഭവതീതി അത്രത്യം. ഇവിടെ ഇരിക്കുന്ന എന്ന് പറയാം ഈശാവാസ്യത്തിൽ ഇരിക്കുന്ന പ്രകരണ വിഭാഗം കാണിച്ചു തരാം. ഈശാവാസ്യത്തിലൂടെ തന്നെ നമ്മൾക്ക് ഈ പ്രകരണ വിഭാഗം കാണാം. എന്താ ഭാഷ്യം കാണു? ഏതു ജ്ഞാനനിഷ്ഠാഹ സന്യാസിന തേഭ്യോ അസുര്യ നാമ തേ ഇത്യാദിന അവിദ്വദ്വാരേണ ആത്മനോ യാഥാത്മ്യം സപര്യഗാദ് ഇത്യാദി ഏതത് മന്ത്രേരുപദിഷ്ടം. വലിയ പണിയാണ് ഈ സാധനം തലയിൽ കയറ്റാൻ. അങ്ങനെയൊന്നും സാധനം കിട്ടത്തില്ല. വിവേകാനന്ദന് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിവേകാനന്ദ മാത്രമല്ല 99% സന്യാസിമാർക്കും ഈ കാര്യത്തിൽ അഭിപ്രായം വരില്ല. ठीक है, അത്രയും മെനക്കെട്ട് ഉണ്ടാക്കേണ്ട സാധനമാണ്. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ ഇയാള് ജ്ഞാനിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കാത്തത്. ജ്ഞാനി അജ്ഞാനിയെയും അവരുടെ വാക്യത്തിലൂടെ സുഖമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ജ്ഞാനിയെ സിദ്ധിക്കാൻ പറ്റത്തില്ല, അജ്ഞാനിയാണോ നമുക്ക് സുഖസുന്ദരമായിട്ട് സിദ്ധിക്കാം. നിങ്ങൾ പറഞ്ഞു എന്നാല് എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ ഇവരൊക്കെ പറയും. ശാസ്ത്രബോധം ഉണ്ടെങ്കിൽ പോലും ശാസ്ത്രബോധമുള്ള ആൾക്കാരെ പിടിക്കാൻ വലിയ പണിയാണ്. കാരണം ശബ്ദം കറക്റ്റായിട്ട് വിടാൻ പറ്റും. ഇവിടെ ഇത്രയും ഞാൻ വലിയ കിങ് ആണെന്ന് കാണിക്കുമ്പോഴാണ് പണി പറ്റുന്നത്. അത് ശ്രദ്ധിച്ചു. ഞാൻ ഈ ലോകത്തെ ശരിയാക്കി എടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ ആണ്, ഞാൻ നിങ്ങളുടെ നേതാവാണെന്ന് കാണിക്കുകയാണ്. അതോടുകൂടി പണി പാടും. ठीक है, കാരണം അങ്ങനത്തെ ഒരു ജഗത്ത് ഉണ്ടായിട്ട് വേണ്ടേ. എന്ന് പറഞ്ഞാലേ പൊട്ടനെ ചട്ടം ചതിച്ചാൽ ചട്ടനെ പരമാത്മാ ചതിക്കുന്ന പറഞ്ഞ പോലെ ആരെങ്കിലും വേണ്ടാതെ കയറി ജ്ഞാനിയാണെന്ന് അഭിനയിച്ചു കഴിഞ്ഞാൽ ജ്ഞാനിയുടെ അജ്ഞാനിത്വം പരമാത്മാ വെളിപ്പെടുത്തരും. ഇവന്റെ കയ്യിൽ ഒന്നും ഇല്ല കേട്ടോ മക്കളെ. അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊള്ളുക നാടകം കളിക്കുന്ന ആൾക്കാർ. വിവേകാനന്ദനെ ഒരു കർമ്മയോഗി ആയിട്ട് അംഗീകരിച്ചൂടെ? കർമ്മയോഗി എന്ന് പറഞ്ഞാല് അന്ധകരണ ശുദ്ധിക്ക് വേണ്ടി നടത്തുന്ന കർമ്മം ചെയ്യുന്ന ആളാണ് കർമ്മയോഗി. അങ്ങനത്തെ ഒരു അംഗീകാരം അങ്ങേർക്ക് കൊടുത്താൽ അങ്ങേരുടെ ശിഷ്യന്മാർ നിങ്ങളെ വിടുവോ? അല്ല, അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഈ ശാസ്ത്രം പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതാൻ വകുപ്പില്ലല്ലോ. ശാസ്ത്രം പഠിച്ചിട്ടുണ്ട്. ശാസ്ത്രം പഠിച്ച എല്ലാവർക്കും ശാസ്ത്രം മനസ്സിലാവും. സ്വമേധയാ പഠിച്ചതല്ലേ കുറെയൊക്കെ സ്വമേധയാ പഠിച്ചെന്നാ കേൾക്കുന്നത്. കാരണം അങ്ങേര് കാശിയിലുള്ള പല ടീച്ചേഴ്സിനും ലെറ്റർ എഴുതാറുണ്ട്. ഇപ്പം അങ്ങേര് ഋഷികേശിലെ കൈലാസാശ്രമത്തിൽ കുറച്ചേ നിന്നിട്ടുള്ളൂ, പിന്നെ അങ്ങ് പോയിട്ടുണ്ട്. പക്ഷെ നല്ല ബുദ്ധിമാനായിരുന്നു. പറഞ്ഞു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നന്നായിട്ട് ഉത്തരം പറയാനുള്ള സാമർത്ഥ്യം ഉണ്ടായിരുന്നു. നല്ലൊരു കർമ്മയോഗി അല്ലേ ശരിക്കും അദ്ദേഹം? അദ്ദേഹം മനുഷ്യനെ പ്രചോദിപ്പിക്കുകയല്ലേ ചെയ്തത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം വേദാന്തം പറഞ്ഞോ? അത് സത്യത്തില് ഒരു അങ്ങേരുടെ ആ ഒരു ശൈലി സ്പിരിച്വൽ ലോകത്തിന് നഷ്ടമാണ് ഉണ്ടാക്കിയത്. എന്ന് പറഞ്ഞാൽ പലരും നമ്മൾ പോകുന്ന സമയത്ത് ചോദിക്കും നിങ്ങളുടെ എന്താ ആക്ടിവിറ്റീസ് എന്നാ. ഞങ്ങളുടെ ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അതായത് എന്റെ ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടാണ് സ്വാമി, എന്തെങ്കിലുമൊക്കെ ചെയ്യൂ. ഇതാണ് ലോകത്തിന്റെ മര്യാദ. അത് ആരുണ്ടാക്കി കൊടുത്താണ്? മാനവസേവ മാധവസേവ എന്ന് ആരുണ്ടാക്കിയത്? സന്യാസിയുടെ ദൗത്യമാണോ സൊസൈറ്റി നന്നാക്കുക എന്നുള്ളത്? അല്ല, അദ്ദേഹം ശരിക്കും ശുദ്ധ വേദാന്തത്തിലേക്ക് പോയോ? ഇല്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അതായത് ജനങ്ങളെ ആൾക്കാരെ പിടിച്ച് സേവ ചെയ്യിപ്പിക്കാൻ കൊണ്ടുവന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താ മനസ്സിലാക്കിയത് ഇതിനെ കുറിച്ച്? നമ്മൾ പോലും ചെയ്യത്തില്ല. അജ്ഞാനിയായിരിക്കണം ഞാൻ ചെയ്യത്തില്ല, പിന്നെ എന്തിനാ ജ്ഞാനിയായിരിക്കും നിങ്ങൾ ചെയ്യാൻ പോയതെന്ന് ചോദിച്ചാൽ എന്ത് പറയും? പിന്നെ അവരുടെ പരമ്പരയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന ആൾക്കാർക്ക്, അതായത് അതിപ്പോ അങ്ങനെ പരമ്പരയല്ലല്ലോ, എല്ലാ പരമ്പരയുടെയും കേസ് അങ്ങനെ തന്നെയല്ലേ. ശിഷ്യന്മാര് വിട്ടു തരുമോ? അവർക്ക് അവരെ സിദ്ധിച്ച് ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. ചർച്ചയ്ക്കൊന്നും ആരും വരാൻ പോകുന്നില്ല. ഈ ആശ്രമമൊക്കെ തുടങ്ങിയപ്പോ തന്നെ നമുക്ക് അറിഞ്ഞൂടെ സത്യത്തിൽ അദ്ദേഹം ഒരു ലോകസംഗ്രഹമാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്?
ആ അതിപ്പോ അതൊരു ശുദ്ധ ശരി. വേദാന്തി ചെയ്യില്ലല്ലോ. ആ ഒരു ശരി, അതായത് ബോധവും വിവരം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല. അപ്പം നമ്മൾ ആഹാ, ചോദിക്കും ശുദ്ധ നിങ്ങളോ വേദാന്തി. നിൽക്കാൻ ഒരിടം ആവശ്യമാണ് എന്ന് പറഞ്ഞാല് പറക്കുന്ന എന്താണ് പക്ഷിക്ക് പറക്കുന്നവരെ ചിറക് മുളച്ച് വരണം എന്ന് പറഞ്ഞ പോലെ നമ്മൾക്കിത് തയ്യാറായി സെറ്റാക്കുന്നവരെ ഒരിടവും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. ബോധം ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിടത്തിന്റെ ആവശ്യമില്ല, എവിടെയെങ്കിലും നിന്ന് പോകാന്നുള്ളൂ. ശരീരം പതിക്കുന്നവരെ ഇന്നത്തെ ഇതിൽ പറയുന്നില്ലേ പ്രാരബ്ധായ ബപുഹു എന്ന് പറഞ്ഞിട്ട്, പ്രാരബ്ധം തീർക്കാൻ വേണ്ടി ശരീരം വിട്ടുകൊടുത്തിട്ടാണ് ജ്ഞാനിയുടെ സ്ഥിതി ഉള്ളത്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവോം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. നമോ നാരായണായ.